Okay. 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 Last class നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന എക്കണോമിക് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ഇന്ത്യൻ എക്കോണമിയാണ് മെയിൻലി ഇന്ത്യൻ ഇക്കോണമിയുടെ കോഴ്സ് അതായത് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് structural changes in the economy. First, we analyzed the meaning and measurement of economic development, meaning and measurement of economic development, then distinguish development from growth. അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലേ. സ്ലൈറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കിയിട്ടുള്ളത് കോസസ് ഓഫ് സ്ട്രക്ചറൽ ചേഞ്ചസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ കോസസ് ഓഫ് റാപ്പിഡ് ഇൻക്രീസസ് ഇൻ ദി ടെർഷ്യറി സെക്ടർ, ദെൻ പ്രോസ്പെക്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദീസ്, ദെൻ സം ലിമിറ്റേഷൻസ്. അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് GDP between agriculture and non-agriculture income പറഞ്ഞു. Then share of the rural and urban sectors പറഞ്ഞു. Then share of organized and unorganized sector. അത്ര വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ദെൻ ഷെയർ ഓഫ് ദി പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ആണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. അതായത് ഷെയർ ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻ ദി GDP, അതാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്കറിയാം എന്താണ് പബ്ലിക് സെക്ടർ എന്നും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ എന്നും നമുക്കറിയാം. അതായത് ഡെവലപ്മെന്റ് പ്രോസസ്സിലെ പബ്ലിക് സെക്ടറിന്റെയും പ്രൈവറ്റ് സെക്ടറിന്റെയും കോൺട്രിബ്യൂഷൻ, അതാണ് നമ്മൾ മെയിൻലി GDP എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ദെൻ ഇതിൽ നമ്മൾ നോക്കുന്നത് ഒരു ഡയഗ്രത്തിന്റെ ബേസിലാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയവർക്ക് അറിയാൻ പറ്റും. പേജ് നമ്പർ 20 എടുത്തു കഴിഞ്ഞാൽ 1960-61 മുതൽ 2011-12 വരെയുള്ള പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ കോൺട്രിബ്യൂഷൻ ഇൻ GDP നമുക്ക് കാണാൻ പറ്റും. ആ ഡയഗ്രത്തിന്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പറയാം. ഇറ്റ് വുഡ് ബി സീൻ ഫ്രം ദി ഫിഗർ ദാറ്റ് during the period from here 1960-61 to 2012-11, okay, the public sector has partially doubled its share in the structure of the economy. In terms of the increased importance of the public sector in domestic activities over the period of the growth of the public sector was 6% per year, whereas that of the private sector was only 2.8%. Then if in spite of this the private sector still continues to dominate the structure of the economy with 75% of the GDP, it is partially because of the importance of agriculture, which still remain a dominant position in the economy. ഇത് നമ്മൾ ആ ഡയഗ്രത്തിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതാണ്. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഷെയർ ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻ GDP എന്ന് പറഞ്ഞിട്ടുള്ള 2060-61 to 2011-12 വരെയുള്ള ഡാറ്റ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് എന്താണെന്ന് മാത്രം പറയാം. നമ്മളിപ്പം ഓരോ കോൺട്രിബ്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് അതായത് അഗ്രികൾച്ചർ സെക്ടർ വരും, നോൺ അഗ്രികൾച്ചർ സെക്ടറിലും എത്രമാത്രമാണ് GDP-യിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതുകൊണ്ട്. ദെൻ ഷെയർ ഓഫ് ദി അർബൻ ആൻഡ് റൂറൽ സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്താ നോക്കിയിട്ടുണ്ട്. ദെൻ ഷെയർ ഓഫ് ദി ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്താ നോക്കിയിട്ടുണ്ട്. ദെൻ നൗ വി അനലൈസ്ഡ് ഷെയർ ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ കോൺട്രിബ്യൂഷൻ ഇൻ ദി GDP. ഇത്രയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ദെൻ ഇതുകൂടാതെ നമുക്ക് കുറച്ച് ഫാക്ടർ ഷെയർസും കൂടി നോക്കാം. ഫാക്ടർ ഷെയർസ് എന്ന് പറയുമ്പം നമുക്കറിയാം ഓരോ ഫാക്ടേഴ്സിന്റെയും ഷെയർ ആണ്. ഓരോ ഫാക്ടർ നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്താണ് മെയിൻലി 4 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ട്രഡീഷണലി അക്സെപ്റ്റഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ വി നോ ദാറ്റ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രൈസസ് ആൻഡ് ദർ ഷെയർ ആർ ഡിസ്ക്രൈബ്ഡ് ആസ് റെന്റ്, വേജസ് ആൻഡ് സാലറീസ്. Wages or salaries, employees compensation, then interest and profit. Okay, അപ്പോൾ ഇതിൽ പറയുമ്പം ഇന്ത്യൻ ഇക്കോണമി ദർ ഈസ് സ്റ്റിൽ അനദർ കാറ്റഗറി നോൺ ആസ് സെൽഫ് എംപ്ലോയിഡ് അല്ലെ. സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറി എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഹൂസ് ഇൻകം ഇസ് നോൺ ആസ് മിക്സഡ് ഇൻകം, അത് അറിയുന്നതായിരിക്കും നിങ്ങൾക്ക്. അതായത് നമ്മളിവിടെ ഓരോന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് GDP-യിൽ. അതേപോലെ തന്നെ എന്താണ് ഫാക്ടർ ഷെയർസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫാക്ടർ ഷെയർസ് മെയിൻലി 4 ഫാക്ടേഴ്സ് ഷെയർ. വൺ മോർ കാറ്റഗറി സെൽഫ് എംപ്ലോയിഡ് ഹൂസ് ഇൻകം ഈസ് നോൺ ആസ് മിക്സഡ് ഇൻകം. ഓക്കെ,
Then if you analyze the data regarding to the factor shares available to the നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, അവിടെ അതിൽ ഓരോന്നിൻ്റെയും എന്താന്ന് നോക്കാം. അതായത് മിക്സഡ് ഇൻകം എന്ന് പറയുന്നത് മിക്സഡ് ഇൻകം ഓഫ് ദി സെൽഫ് എംപ്ലോയിഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ലാർജ്ലി സിംഗിൾ കമ്പോണന്റ്. ഓക്കെ, 40% ഓഫ് ദി NDP നാഷണൽ ഡൊമസ്, അതായത് ഈ ഇതിന്റെ ഇത് പറയുന്നത് എത്രയാണ്, 40% ആണ് പറയുന്നത് കൊണ്ട് ഇറ്റ് വുഡ് ബി അതായത് ഇൻഡിക്കേറ്റഡ് ദാറ്റ് എ ലാർജ് സെഗ്മെന്റ് ഓഫ് ദി ഇന്ത്യൻ ഇക്കോണമി ഈസ് റൺ ബൈ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് അല്ലെ. അതായത് സെക്ടർ വൈസ് പറയുമ്പോൾ പ്രൈമറി സെക്ടർ ഹോൾഡ്സ് ദി പ്രിഡോമിനന്റ് പൊസിഷൻ എമംഗ് ദി sectoral mixed income, although its share has registered a significant decline over the years. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, അവരുടെ മൂന്ന് സെക്ടേഴ്സിൽ എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിലാണെങ്കിൽ ഈ ഒരു മിക്സഡ് ഇൻകം എന്ന് പറയുന്നത്, മിക്സഡ് ഇൻകം മീൻസ് സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് ഇൻകം ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ although its share is registered a significant decline over the years in the case of agriculture sector. Okay, the share of the sector comprising transport, communication and trade, that is the service sector, okay, which emerges as the second important sector, has increased over the years, whereas the share of the secondary sector has remained almost unchanged over the years. നമ്മളിവിടെ മൂന്ന് സെക്ടേഴ്സിൻ്റെയും സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസിൻ്റെ മിക്സഡ് ഇൻകം എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ ടു GDP ആണ് പറഞ്ഞത്. ഫസ്റ്റ് ഒരു പ്രൈമറി സെക്ടറിൻ്റെ മിക്സഡ് ഇൻകം എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിൽ വരുമ്പം അത് ഡൗൺ ആയിട്ട് വരുന്നതാണ് കാണപ്പെടുന്നത്. അതേസമയം സർവീസ് സെക്ടറിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നതും, അതേപോലെ തന്നെ എന്താണ് സെക്കൻഡറി സെക്ടറിൻ്റെ സെക്ടർ സ്റ്റാഗ്നന്റ് പൊസിഷൻ ആണ്, റിമെയിൻ അൺചേഞ്ച്ഡ് എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇന്ത്യൻ അഗ്രികൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇറ്റ്സ് മോർ ക്യാപിറ്റലിസ്റ്റ് ആണ്, വിച്ച് ലെസ് ഓഫ് സെൽഫ് എംപ്ലോയിഡ് അത് കുറഞ്ഞു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രാൻസ്പോർട്ടിനും കമ്മ്യൂണിസ്റ്റ് സർവീസ് സെക്ടറിൻ്റെ ആണെങ്കിൽ കൂടി വരുന്നതും കാണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മിക്സഡ് ഇൻകത്തിന്റെ കേസിലെ. ദെൻ സെക്കൻഡ് വൺ ഈസ് ദി അനദർ 40% ഓഫ് ദി GDP in the economy generate in the form of employees compensation. Employees compensation ഫോമിലെ എത്രമാത്രമാണ് 40% ആണ് കോൺട്രിബ്യൂഷൻ ടു GDP. നമ്മളിവിടെ പറയുന്നത് GDPന്റെ അതായത് ഓരോ സെക്ടറും അല്ലെങ്കിൽ ഓരോന്നും GDPയുടെ കോൺട്രിബ്യൂഷൻ ആണ് പറയുന്നത്. GDPക്ക് എത്രമാത്രമാണ് ഓരോന്നും കോൺട്രിബ്യൂട്ട്, അത് അഗ്രികൾച്ചറിന്റെ പറഞ്ഞു, നോൺ അഗ്രികൾച്ചർ പറഞ്ഞു, അല്ല റൂറൽ അർബൻ പറഞ്ഞു, അങ്ങനെ ഓരോന്നിന്റെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പം ഇതിൽ നമ്മൾ ബാക്കി അതായത് ഫാക്ടറിന്റെ ഷെയർ എത്രയാണ് GDPക്ക് എന്ന് പറഞ്ഞത്. മിക്സഡ് ഇൻകത്തിന്റെ പറഞ്ഞു, അതായത് 40% പറഞ്ഞു. അതേപോലെ തന്നെ അനദർ ഫാക്ടറാണ് ദ എംപ്ലോയീസ് കോമ്പൻസേഷൻ, അതും 40% പറഞ്ഞിട്ട് ഇറ്റ് ഇൻക്ലൂഡഡ് ബോത്ത് വർക്കേഴ്സ് വേജ് which come down quite sharply and remuneration of salaried employees which went up. ആ ഒരു പൊസിഷനാണ് കാണപ്പെടുന്നത്. ദെൻ എ സെക്ടർ വൈസ് അനാലിസിസ് ഓഫ് ദി ഷെയർ ഓഫ് ദി എംപ്ലോയീസ് കോമ്പൻസേഷൻ കൂടി നോക്കാം. നമ്മളിവിടെ സെക്ടർ വൈസ് നോക്കിയിട്ടില്ലേ മിക്സഡ് ഇൻകത്തിന്റെ. സെയിം വേ നമുക്ക് സെക്ടർ വൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെക്ടർ വൈസ് അനാലിസിസ് ഓഫ് ദി ഷെയർ ഓഫ് ദി എംപ്ലോയീസ് കോമ്പൻസേഷൻ നോക്കാം. ദെൻ ഷെയർ ഓഫ് ദി പ്രൈമറി സെക്ടർ ഇൻ ടോട്ടൽ ഓഫ് എംപ്ലോയീസ് കോമ്പൻസേഷൻ ജനറേറ്റഡ് ഇൻ ദി ഇക്കോണമി ഹാസ് ഗോ ഡൗൺ അല്ലെ. അതായത് ഫസ്റ്റ് എന്താണ് മിക്സഡ് ഇൻകത്തിന്റെ കേസ് പോലെ തന്നെ എന്താണ് ഷെയർ ഓഫ് പ്രൈമറി സെക്ടർ ഇൻ ദി ടോട്ടൽ എംപ്ലോയീസ് കോമ്പൻസേഷൻ ജനറേറ്റഡ് ഇൻ ദി ഇക്കോണമി ഹാസ് ഓൾസോ ഗോൺ ഡൗൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദി ഷെയർ ഓഫ് ദി സെക്കൻഡറി സെക്ടർ ഹാസ് ബീൻ സ്റ്റേഷനറി. അതേ മറ്റേതുപോലെ തന്നെ എന്താണ് സ്റ്റേഷനറി വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ് ഓറിയന്റേഷൻ ഓൺ ദി പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അല്ലെ. എംപ്ലോയ്മെന്റ് ജനറേഷൻ കുറഞ്ഞത് കൊണ്ടാവണം എന്താണ് ഇത് സെക്കൻഡറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ കുറെ എന്താ ഒരു സ്റ്റാഗ്നന്റ് പൊസിഷൻ ഓർ സ്റ്റേഷനറി പൊസിഷനാണ് കാണപ്പെടുന്നത്. ദെൻ ഷെയർ ഓഫ് ദി ടെർഷ്യറി സെക്ടർ ഹാസ് ബീൻ റൈസിങ്. രണ്ട് കേസിലും എന്താണ് ദി ഷെയർ ഓഫ് ദി ടെർഷ്യറി സെക്ടർ ഹാസ് ബീൻ റൈസിങ് ആണ്. ദെൻ ഇറ്റ് ഈസ് ദിസ് sector which seems to be almost employment oriented. നമുക്കറിയാം ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ട്രേഡ് ലൈക്ക് ദാറ്റ് included in the tertiary sector or service sector, ബാങ്കിങ് അതൊക്കെ വരുന്നത്. സോ എന്താണ് there are more employment oriented ആണ് ഈ ഒരു സെക്ടർ എന്ന് പറയാൻ പറ്റും. സോ ദി ഷെയർ ഓഫ് ടെർഷ്യറി സെക്ടർ ഹാസ് ബീൻ റൈസിങ് ടു GDP എന്നുള്ളത് നമുക്ക് ഷെയർ ഓഫ് ടെർഷ്യറി സെക്ടറിൽ ഏതിലും കേസ് പറയുമ്പോൾ എംപ്ലോയീസ് കോമ്പൻസേഷൻ പറയുമ്പോൾ അത് റൈസ് ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഷെയർ ഓഫ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് ഓഫ് കമ്പനീസ് ആണ്. ഓപ്പറേറ്റിംഗ് സർപ്ലസ് ഓഫ് കമ്പനീസ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് എന്റർപ്രൈസസ് that has been increasing both in the case of both public and private enterprises it has been increasing എന്നുള്ള കേസാണ് കാണപ്പെടുന്നത്. അതായത് 12% of GDP in 2001 to about 15.9%
in 2011-12. അതായത് അവിടെ എന്താണ് ഒരു ദിസ് ജം ഹാസ് ബീൻ ഡ്രിവൺ പ്രൈമർലി ബൈ ആൻ ഇൻക്രീസസ് ഇൻ ദി കോർപ്പറേറ്റ് പ്രോഫിറ്റബിലിറ്റി. നമുക്കറിയാം അത് വെച്ച് നോക്കിയിട്ടാണ് ഷെയർ ഓഫ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് നോക്കുന്നത്, പ്രോഫിറ്റബിലിറ്റി നോക്കുന്നത്. സോ എന്താണ് അതിലുള്ള കോർപ്പറേറ്റ് പ്രോഫിറ്റബിലിറ്റിയിലെ ഇൻക്രീസസ് ഉള്ളത് കൊണ്ട് തന്നെ വി ക്യാൻ സീ ദാറ്റ് 2000 and 2001 contribution of or share of operating surpluses of companies is only 12%, but now 2011-12 it is a 15.9%, a sharp rise നമുക്ക് കാണാൻ പറ്റും. This sharp rise in profitability can be explained by the combination of the low interest rate and അതായത് numerous tax concession and implicit subsidies that have significantly increased retained profit over this period. ഇതൊക്കെ അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചതും അതേപോലെ തന്നെ ടാക്സ് കൺസെഷൻ കൊണ്ടുവന്നു, അതൊക്കെ എന്താണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഷെയർ ഓഫ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് കമ്പനീസ് എന്നുള്ളത്, അതിന്റെ പ്രോഫിറ്റിന്റെ ഷെയർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കാണപ്പെട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഫാക്ടർ ഷെയറിൽ എന്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? മിക്സഡ് ഇൻകം നോക്കിയിട്ടുണ്ട്. മിക്സഡ് ഇൻകം ഓഫ് ദി സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് വിത്ത് ഡിഫറെന്റ് സെക്ടേഴ്സ് നോക്കിയിട്ടുണ്ട്. സെയിം വേ നമ്മൾ എംപ്ലോയീസ് കോമ്പൻസേഷൻ്റെ ഷെയർ നോക്കിയിട്ടുണ്ട്, ബോത്ത് 40% പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഷെയർ ഓഫ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് നോക്കി. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദി റെമിറ്റൻസ്. റെമിറ്റൻസ് ആർ കാൽക്കുലേറ്റഡ് ആസ് ദി സം ഓഫ് വർക്കേഴ്സ് റെമിറ്റൻസ്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് മൈഗ്രന്റ് ട്രാൻസ്ഫേഴ്സ്. അതാണ് റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന എമൗണ്ട് അല്ലെ, അതായത് ഫോറിൻ കൺട്രിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന എമൗണ്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത്. റെമിറ്റൻസ് കറന്റ്ലി അക്കൗണ്ടഡ് 3% ഓഫ് ഇന്ത്യസ് GDP. These play an important role in the process of economic development. നമുക്കറിയാം എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മൾ കേരളത്തിന്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഫോറിൻ റെമിറ്റൻസ്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ കേരള എക്കോണമിയെ മൂവ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. In the same way, these remittance play an important role in the process of economic development. എന്തൊക്കെ തരത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, these can help in increasing overall income level in the poor household. This can help reduce poverty. അല്ലെ, അത് എന്താണ് ഒരു പരിധി വരെ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പൂവറിന്റെ പോവർട്ടി റിമൂവ് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും. Then household smooth consumption can act automatic stabilizer in the period of അതായത് അതേപോലെ തന്നെ എന്താണ് ഇക്കോണമിയിൽ എന്തെങ്കിലും തരത്തിലുള്ള എക്കണോമിക് ഷോക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ, ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു കൊറോണ ഒക്കെ വന്നപ്പോൾ ഇക്കോണമി ഒന്ന് സ്റ്റെക്കായി പോയില്ലേ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ അല്ലെ, അതിപ്പോ മൊത്തത്തിൽ വേൾഡ് ലെവലുള്ള ഒരു പ്രശ്നം ആയതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മുടെ ഇക്കോണമിക്ക് മാത്രം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഇക്കണോമിക് ഷോക്ക് ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ഒരു ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ ആയിട്ടാണ് ഈ ഒരു റെമിറ്റൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ്സിന്റെ സ്മൂത്ത് കൺസംഷൻ ആക്ടിവിറ്റീസിനും അതിനൊക്കെ ഒരു ഹെൽപ്പായിട്ടാണ് ഈ റെമിറ്റൻസ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് an important role in the process of economic development. ഓക്കെ, അതായത് ഇപ്പം മെയിൻലി റീസെഷൻസ് ഒക്കെ വരികയാണെങ്കിൽ എന്താണ് ഒരു ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിന്റെ കൺസംഷൻ അവരുടെ ഇൻകം ലെവലൊക്കെ സ്റ്റക്കായി വരുന്ന സമയത്ത് അതൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഒരു റെമിറ്റൻസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ അതിന്റെ റീസൺസ് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഈ ഒരു റെമിറ്റൻസ് എന്തൊക്കെ ഫാക്ടറിന്റെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ദർ ഹാസ് ബീൻ എ ഫിനോമിനിക് ഇൻക്രീസസ് ഇൻ ദി റെമിറ്റൻസ് ലാർജ്ലി ഡ്യൂ ടു സം ഫാക്ടേഴ്സ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ, പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹ്യൂജ് റൈസസ് ഇൻ ദി നമ്പർ ഓഫ് ഇന്ത്യൻസ് മൈഗ്രേറ്റിംഗ് അബ്രോഡ് അല്ലെ, ഫസ്റ്റ് റീസൺ. ദെൻ സെക്കൻഡ് റീസൺ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യ ഹാസ് ബിക്കം വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്റ്റീവ് കൺട്രീസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ വേൾഡ് അല്ലെ, thereby attracting more remittance. Then easing of the exchange rate regulations and gradual opening up the capital account, അതൊക്കെയാണ് നമ്മുടെ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം റെമിറ്റൻസ് കൂടാനും കാരണം. കൂടുതൽ മൈഗ്രൻസ് ഇന്ത്യയിലെ അബ്രോഡിലാണ് വരുന്നത്. കൂടുതൽ ആൾക്കാരും ഇന്ത്യൻസ് മൈഗ്രേറ്റിംഗ് അബ്രോഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് അട്രാക്റ്റീവ് കൺട്രിയാണ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മോർ റെമിറ്റൻസിന് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് മറ്റൊരു കേസ് പറയാൻ പറ്റുന്നത് എന്താണ് എക്സ്ചേഞ്ച് റേറ്റും അതും റെഗുലേഷൻസും ഒക്കെ എന്താണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ഓപ്പണിങ്സിന് സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് സ്ട്രക്ചറൽ ചേഞ്ചസിന്റെ മൊത്തത്തിൽ ഞാൻ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, ആൻ ഇമ്പോർട്ടന്റ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദി ഇന്ത്യൻ ഇക്കോണമി ഹാസ് ബീൻ ദി റൈസിംഗ് പ്രൊപ്പോർഷൻ ഓഫ് വേജസ് ആൻഡ് സാലറീസ് ഇൻ ദി NDP. ദെൻ അതേപോലെ തന്നെ എന്താണ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ് കോമ്പൻസേഷൻ ഇന്ത്യൻ ഇക്കോണമി
makes it particularly vulnerable to the adverse impact of inflation and also tend to strengthen the cost push factors of accelerating. അത് നമുക്കറിയാം, ഇൻഫ്ലേഷന്റെ കേസ് നമുക്കറിയാം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രൈസ് റൈസ് ചെയ്യുന്നത് അല്ലെ, പ്രോഡക്റ്റിന്റെ പ്രൈസ് റൈസ് ചെയ്യും, ദി വാല്യൂ ഓഫ് മണി ഡിക്ലൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്നുള്ള സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഇല്ലാതെ ഒരു ഇക്കോണമിയെ എന്താണ് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നോൺ ഇൻഫ്ലേഷണറി ആസ്പെക്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇത് സഹായിക്കും എന്നുള്ള രീതിയിലാണ് അതായത് ഇക്കോണമിയെ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിലാണ് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത് സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രക്ചർ ചേഞ്ചസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ ചേഞ്ചസ് ഫസ്റ്റ്, അതായത് അഗ്രികൾച്ചർ, അത് അധികം ചോദിക്കുന്ന ക്വസ്റ്റൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ട്രക്ചർ ചേഞ്ചസ് ഇന്ത്യൻ ഇക്കോണമി പറയുമ്പം അത് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും ടെർഷ്യറി സെക്ടറിലേക്കുള്ള ഇന്ത്യയുടെ മൂവ്മെന്റ്, അത് സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻ, അതൊക്കെ ആ ഡാറ്റ അടക്കം അതിൽ പറഞ്ഞിട്ടുണ്ട്, അത് വെച്ച് എഴുതേണ്ടി വരും. പിന്നെ GDP-ന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, നോൺ അഗ്രികൾച്ചർ, റൂറൽ, അർബൻ, പ്രൈവറ്റ്, പബ്ലിക്, ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ്, ദെൻ മിക്സ്ഡ് ഇൻകം, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എംപ്ലോയീസ് കോമ്പൻസേഷൻ, ഓപ്പറേറ്റിംഗ് സർപ്ലസ്, ദെൻ റെമിറ്റൻസ്. ഇത്രയും ആണ് അതിൽ ഫാക്ടർ ഷെയറിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഗ്രോത്ത് ആൻഡ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ആണ് പറയുന്നത്. ഗ്രോത്ത് ആൻഡ് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ. ഈ ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ആണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഇൻ ഡിഫറെന്റ് ഒക്യുപ്പേഷൻസ്. ബുക്ക് ഉള്ളവരെ പേജ് നമ്പർ 22 ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 22. ഓക്കെ, then structure and occupation, growth and occupational structure. Occupational structure എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഇൻ ഡിഫറെന്റ് ഒക്യുപ്പേഷൻസ്. അതാണ് എന്താ പറയുക ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിഫറെന്റ് ഒക്യുപ്പേഷനിൽ എങ്ങനെയാണ് അത്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഇൻ ഡിഫറെന്റ് ഒക്യുപ്പേഷൻ, വർക്ക് ഫോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഡിപ്പെൻഡഡ് ഓൺ അഗ്രികൾച്ചർ എങ്ങനെയാന്ന് നോക്കും, മറ്റ് സെക്ടേഴ്സ് എങ്ങനെയാന്ന് നോക്കും. അതായത് ഓരോ സെക്ടറിലും എങ്ങനെയാണ് വർക്ക് ഫോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇടുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അതായത് എത്രമാത്രം അബ്സോർബ് ചെയ്യുന്നുണ്ട് ഓരോ സെക്ടേഴ്സും, അതാണ് നോക്കുന്നത്. ഓക്കെ, ദെൻ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ ഷുഡ് ഡിക്ലൈൻ ഓവർ ടൈം ഇൻ ദി ലോങ് റൺ. നമുക്കറിയാൻ പറ്റും അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് മോർ ദാൻ 75% ഓഫ് ദി പീപ്പിൾ ആർ ഡിപ്പെൻഡഡ് ഓൺ അഗ്രികൾച്ചർ സെക്ടർ ഫോർ ദർ ലൈവ്ലിഹുഡ്. അത് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് എ ഡിക്ലൈനിങ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്, ദി പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ ഷുഡ് ഡിക്ലൈൻ ഓവർ ടൈം ഇൻ ദി ലോങ് റൺ. ഓക്കെ, ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് ഇപ്പോഴാകുമ്പോഴത്തേക്കും എന്താണ് ഡിക്ലൈൻ ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ദി ഒബ്സർവ് ഇൻ ഈസ് ആൻഡ് ഇൻക്രീസസ് ഇൻ നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെന്റ് ഓവർ ദി സെയിം പീരീഡ് അല്ലെ. അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് പോകുന്ന ആൾക്കാരിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത്, നോൺ അഗ്രികൾച്ചർ സെക്ടറിലേക്കാണ് പോകുന്നത്. സോ ദി പെർസെൻറ്റേജ് ഓഫ് ദി പോപ്പുലേഷൻ ഡിപ്പെൻഡഡ് ഓൺ ഇൻഡസ്ട്രി ഓർ മാനുഫാക്ചറിംഗ് ഷുഡ് ഇൻക്രീസ് ഓവർ ദി പീരീഡ്. Then increases in the manufacturing employment should absorb at least a major part of the population released from agriculture. Okay, അഗ്രികൾച്ചറിൽ നിന്നുള്ള വരുന്ന ആൾക്കാരെ മൊത്തം എന്താണ് അബ്സോർബ് ചെയ്യുന്നത്, അതായത് വർക്ക് ഫോഴ്സിനെ അബ്സോർബ് ചെയ്യുന്നത് ആരാണ്, മാനുഫാക്ചറിങ് എംപ്ലോയ്മെന്റ്. അത് മാനുഫാക്ചറിങ് സെക്ടറിലാണ് ഓർ ഇൻഡസ്ട്രിയൽ സെക്ടറാണെന്ന് പറയുന്നുണ്ട്. അതായത് വിത്തിൻ ദി മാനുഫാക്ചറിങ് we may expect a shift from household activities to non-household activities as the later may be expected to be large. അതായത് യൂസ് ഓഫ് ബെറ്റർ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് കൂടുതൽ ആൾക്കാർ ആ ഒരു ഫീൽഡിൽ അതായത് സ്കിൽഡ് ആവുകയും അവർ മറ്റു ഫീൽഡ് ജോലി തേടി പോവുകയാണ് ചെയ്യുന്നത്. അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റു ഫീൽഡുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് പറയുന്ന മറ്റൊരു കേസാണ് ദർ മേ ബി ആൻ ഇൻക്രീസസ് ഇൻ ദി പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഡിപ്പെൻഡ്സ് ഓൺ സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതാണ് എന്താണ് ഓരോ കേസ് വരുന്നതോടെ ഓരോ ഇയർ കഴിയുന്നതിനോട് എന്താണ് ലാർജർ പ്രൊപ്പോർഷൻസ് ഓഫ് വർക്ക് ഫോഴ്സ് ആർ ഡിപ്പെൻഡഡ് ഓൺ ഇന്ത്യ സർവീസ് സെക്ടർ എന്നുള്ള സർവീസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യാം. നമ്മുടെ കേരളത്തിന്റെ കേസ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് എന്താണ് ടെർഷ്യറി സെക്ടറിലാണെന്ന് നമുക്ക് പറയാം, സർവീസ് സെക്ടറിലാണെന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ. അതായത് ഫോറിൻ ഡെവലപ്ഡ് കൺട്രീസിന്റെ സെയിം ക്യാരക്ടർ ആണ് ഏതിന് വരുന്നത്, കേരളത്തിന്റെ ആ ഒരു സ്ട്രക്ചറിന് വരുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെയാണ് അതേപോലെ ഇന്ത്യയുടെ കേസ് നമ്മൾ ഇവിടെ നോക്കിയെന്നേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ അതെന്താണെന്നുള്ളത്.
അപ്പോൾ ഇതാണ് ഒക്യുപേഷൻ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് ഡാറ്റ വൈസ് പ്രൈമറി സെക്കൻഡറി ടെർഷറി ഉള്ള 1901 മുതൽ അതായത് 10 വരെയുള്ള ആ ഒരു പീരീഡിൽ, അതായത് 1901 അതേപോലെ തന്നെ 1921 51 71 81 91 എന്ന് പറഞ്ഞിട്ട് 2000 അതുപോലെ 2009 10 വരെയുള്ള ഡാറ്റ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡാറ്റയുടെ ഒരു എന്താ പറയാ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള കേസ് പറയാം. 90 അതായത് 91 നമ്മൾ കാണുന്നത് പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ 71.7ഉം സെക്കൻഡറി സെക്ടറിന്റെ അതായത് സെക്കൻഡറി സെക്ടറിന്റെ ഒക്യുപേഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 12.6ഉം ടെർഷറി സെക്ടറിന്റെ 15.7ഉം ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതിങ്ങനെ എന്താ പറയുന്നത്, പ്രൈമറി സെക്ടറിന്റെ കുറഞ്ഞു വരുന്നത് നമുക്ക് ലാസ്റ്റ് 53.5 20.5 അതേപോലെ തന്നെ 25.6 ആ തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റു രണ്ടിന്റെയും ഇൻക്രീസ് ചെയ്യുന്നതും അഗ്രികൾച്ചർ പ്രൈമറി സെക്ടറിന്റെ കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു ഡാറ്റയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഒക്യുപേഷണൽ സ്ട്രക്ചർ എന്താണെന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഗ്രോത്ത് ആൻഡ് ഒക്യുപേഷണൽ സ്ട്രക്ചർ. ഒക്യുപേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഇൻ ഡിഫറെന്റ് ഒക്യുപേഷൻസ് ആണ്. അത് നമ്മൾ സെക്ടർ വൈസിൽ അനാലിസിസ് ആണ് നടത്തുന്നത്. സോ പ്രൈമറി സെക്ടറിന്റെ എത്രമാത്രം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അത് എന്താണ് ഇയർ ആഫ്റ്റർ ഇയർ എന്താണ് സംഭവിക്കുന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പ്രൈമറി സെക്ടറിന്റെ ഡൗൺ ആയിട്ട് വരുന്നതും വർക്ക് ഫോഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നതും ദെൻ സെക്കൻഡറി സെക്ടറിന്റെ ആൻഡ് ടെർഷ്യറി സെക്ടർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. അതായത് പീപ്പിൾ സ്കിൽഡ് ആവുകയും അവർ അഗ്രികൾച്ചർ സെക്ടർ വിട്ട് മറ്റ് സെക്ടറിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഡാറ്റയാണ് നമ്മൾ നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് അതാണ് ചേഞ്ചസ് ഇൻ ദി ഇക്കോണമി ബേസ്ഡ് ഓൺ ദീസ് സ്ട്രക്ചറൽ ചേഞ്ചസ്, അതൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ ക്ലിയർ ആവും എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ എന്താ അങ്ങനത്തെ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ അങ്ങനെ വിടുന്നുണ്ടേ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയാം എന്താണെന്ന് അതിന്റെ കണ്ടന്റ് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ നമുക്ക് ടൈമില്ല, കുറേ ബുക്കില്ലേ. അപ്പം എന്താണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് മാത്രം വെച്ചുകൊണ്ട് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുക ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷൻ ഓഫ് എക്സ്പോർട്സ് ആണ് നോക്കുന്നത്. എക്സ്പോർട്സ് കോമ്പോസിഷൻ ആണ് നോക്കുന്നത്. അതായത് എക്സ്പോർട്ട് കോമ്പോസിഷൻ എന്ന് പറയുമ്പം കോമ്പോസിഷൻ ഓഫ് ട്രേഡ് അതാണ് പറയുന്നത്. സ്ട്രക്ചർ ആൻഡ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദി ഇക്കോണമി. നമുക്കറിയാം ഒരു കോമ്പോസിഷണൽ ട്രേഡ് ആണ് ഇക്കോണമിയുടെ ഡെവലപ്മെന്റ് തന്നെ തീരുമാനിക്കുന്ന രീതിയിൽ പറയാൻ പറ്റും അല്ലെ. അതായത് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ കണ്ടിട്ടുണ്ട് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഡിപ്പെൻഡന്റ് ഫോർ ദെയർ എക്സ്പോർട്ട് ഏർണിംഗ്സ് ഓൺ എ ഫ്യൂ primary commodities അല്ലെ. These countries exports raw materials of agriculture origin and import manufactured industrial products. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ അവർ മെയിൻലി എക്സ്പോർട്ട് ചെയ്യുന്നില്ല, അവരുടെ എക്സ്പോർട്ടിന്റെ മെയിൻ ആയിട്ട് പറയുന്ന കേസ് എന്ന് പറയുന്നത് പ്രൈമറി പ്രോഡക്ട്സും അതേപോലെ തന്നെ അഗ്രികൾച്ചർ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് ദേ ഇമ്പോർട്ട് മാനുഫാക്ചേർഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. അവർ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ് മാനുഫാക്ചർ പ്രോഡക്ട്സ് ആണ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ആ ഒരു സിറ്റുവേഷനിൽ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോവാണ്. അതായത് ഈ റോ മെറ്റീരിയൽസിനും അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഒറിജിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പ്രൈമറി പ്രോഡക്ട്സിനെ കുറച്ച് മാത്രമേ അവർക്ക് നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടുമല്ലോ, നമുക്കത് റെസീപ്റ്റ്സ് കിട്ടുമല്ലോ, ആ റെസീപ്റ്റ്സ് കുറവായിരിക്കും. അതേപോലെ തന്നെ ഇവർ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് UDCs ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, അവർ ഇമ്പോർട്ട് ചെയ്യുന്നത് മാനുഫാക്ചർഡ് ഐറ്റംസ് ആണ്, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആണ്. സോ അതിന്റെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പം പേയ്മെന്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പേയ്മെന്റ് കൊടുക്കണമല്ലോ. അപ്പൊ പേയ്മെന്റ് കൂടുതൽ കൊടുക്കുകയും അതേപോലെ തന്നെ എന്താണ് റിസീപ്റ്റ്സ് കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് പലപ്പോഴും എന്താണ് ആ കൺട്രീസിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്വിലിബ്രിയം ഉണ്ടാവുകയും ഡെഫിസിറ്റ് ആണ്. അതായത് റെസീപ്റ്റ്സ് കുറവും പേയ്മെന്റ് കൂടുതലുള്ള കണ്ടീഷനാണ്, അതാണ് ഡെഫിസിറ്റ് കണ്ടീഷൻ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇക്കോണമിക്ക് ഭയങ്കര മോശമായിട്ടുള്ളതാണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അതേ ഇന്ത്യ ആ ഒരു ടൈപ്പ് അങ്ങനെയായിരുന്നു അണ്ടർ ഡെവലപ്ഡ്. അത് ആ എന്താ പറയുക അതായത് 50s മുൻപുള്ള ആ ഒരു ടൈമിൽ അങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും. ഇനി നൗ ദി കോമ്പോസിഷൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഫോറിൻ എക്സ്പോർട്ട് ചെയ്യുന്നതും എന്തൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് വേരിയസ് എക്സ്പോർട്സ്, അതായത് ഇന്ത്യാസ് വേരിയസ് എക്സ്പോർട്സ് ഇൻ 3 ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സ്പോർട്ടിൻ്റെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. എക്സ്പോർട്ട് ഓറിയന്റഡ് മാനുഫാക്ചേഴ്സ്, ഡൊമസ്റ്റിക് ഓറിയന്റഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് നോൺ മാനുഫാക്ചേഴ്സ്. ഇത്രയാണ് 3 ക്ലാസിഫിക്കേഷൻസ് പറയുന്നത് വേരിയസ് എക്സ്പോർട്സിന്റെ. ഓക്കെ, എക്സ്പോർട്ട് ഓറിയന്റഡ് മാനുഫാക്ചേഴ്സ് മീൻസ് എക്സ്പോർട്ട് ത്രൂ ഇൻഡസ്ട്രീസ് വിച്ച് ആർ സിഗ്നിഫിക്കൻ്റ്ലി എക്സ്പോർട്ട് ഡിപ്പെൻഡന്റ്.
Then domestic oriented money exports through industries which largely cater to domestic needs. അതായത് എക്സ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും അതേപോലെ തന്നെ രണ്ടാമത്തെ ഡൊമസ്റ്റിക് നീഡ്സ് ഉള്ളതും നോൺ മാനുഫാക്ചേഴ്സ് പ്രോഡക്ട്സ് വിച്ച് ആർ നാച്ചുറൽ ഓർ അഗ്രികൾച്ചർ സെക്ടർ. ആ തരത്തിൽ മൂന്നെണ്ണമായിട്ടാണ് മാറ്റുന്നത്. എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ എന്താണ് ഡൊമസ്റ്റിക്കിന്റെ നീഡ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ദെൻ എന്താണ് നാച്ചുറൽ ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, അത്രയൊക്കെയാണ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. ദെൻ എക്സ്പോർട്ടിന്റെ സിറ്റുവേഷൻ പറയുമ്പോൾ നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ആണ് പറയുന്നത്. ദെൻ ദി റിലേറ്റീവ് ഷെയർ ഓഫ് ദി ത്രീ ഗ്രൂപ്പ്സ് ഇൻ ടോട്ടൽ എക്സ്പോർട്സ് ഹാസ് ബിൻ 64%. അതായത് നമ്മൾ ഈ ത്രീ ഗ്രൂപ്പ്സിന്റെ വരുന്ന ടോട്ടൽ എക്സ്പോർട്സ് എന്ന് പറഞ്ഞാൽ 64% ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ എക്സ്പോർട്ട് ബാസ്ക്കറ്റ് ഈസ് നൗ ലെസ് വൾണറബിൾ. അതായത് നമുക്ക് ഇവിടെ കുറച്ചുകൂടി പണ്ടത്തെ പോലെയല്ല, കുറച്ചുകൂടി നമ്മൾ എന്താണ് പല പല ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ജ്വല്ലറീസ് അങ്ങനത്തെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ്, ജംസ്, ജ്വല്ലറീസ് അങ്ങനത്തെ ഒക്കെയാണ് നമ്മളിപ്പോൾ എക്സ്പോർട്ട് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താ പല കൺട്രീസിലേക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക. അതായത് ദർ ആർ ടു റൈഡേഴ്സ്. അതായത് ടു ദിസ് ഇവിടെ നമ്മൾ പറയുമ്പോൾ വൺ ഹൈ ടെക്നോളജി എക്സ്പോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺലി 5% ഓഫ് ടോട്ടൽ മാനുഫാക്ചർഡ് എക്സ്പോർട്ട്. അതായത് മാനുഫാക്ചർഡ് ആയിട്ടുള്ള എക്സ്പോർട്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാനുഫാക്ചർഡ് എക്സ്പോർട്സ് ഹാവ് ഇൻക്രീസിംഗ്ലി ഗോട്ട് കോൺസെൻട്രേറ്റഡ് ഇൻ എ ഫ്യൂ ഐറ്റംസ്. നമ്മൾ എന്താ പറയുക, കൂടുതലും പ്രോഡക്റ്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ടെക്സ്റ്റൈൽ, ഗാർമെന്റ്സ്, അതേപോലെ ജംസ്, ജ്വല്ലറി അതേപോലത്തെയൊക്കെയാണ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് ആ തരത്തിലുള്ള ഒരു എക്സ്പോർട്ടിങ് ഇതാണ് വന്നിട്ടുള്ളത്. അത് രണ്ട് സൈഡ് നമ്മൾ പറയുന്നുണ്ട്, പോസിറ്റീവ് സൈഡ് ആൻഡ് നെഗറ്റീവ് സൈഡ്. പോസിറ്റീവ് സൈഡ് പറയുമ്പം ദി പൊട്ടൻഷ്യൽ ഓഫ് ദീസ് ഐറ്റംസ് അൺഡൗട്ടഡ്ലി ഹാസ് ബൈ നോ മീൻസ് ബീൻ എക്സോസ്റ്റഡ്. അതായത് ഇവിടെ നമ്മൾ ലോ വേജ് റേറ്റ്, അത് കൺട്രി വിൽ കണ്ടിന്യൂ ടു enjoy the natural competitive advantages in these labor intensive manufacturers, and we should promote their export with. നമ്മളിപ്പം ഇന്ത്യയെ പോലെയുള്ള കൺട്രി ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് ലേബർ ഓറിയന്റഡ് ആയിട്ടുള്ള കൺട്രീസ് ആണെന്ന് അല്ലേ. അപ്പം ലേബർ പോപ്പുലേഷൻ കൂടുതലുള്ളതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കാനുണ്ട്. ലേബർ ഓറിയന്റഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ്, ലേബർ ടെക്നോളജിയാണ് അവർ, ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ്. അപ്പോൾ ആ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്, അതാണ് പോസിറ്റീവ് ആയിട്ടുള്ള കേസിൽ പറയുന്നത്. പിന്നെ നമ്മൾ നെഗറ്റീവ് സൈഡ് നോക്കുമ്പം ലാക്ക് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഹാസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദി കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ഇന്ത്യാസ് എക്സ്പോർട്സ്. അതായത് വൈവിധ്യവൽക്കരണം കുറവാന്നുള്ള ഒരു കേസാണ് നമുക്ക് എക്സ്പോർട്ടിന്റെ കേസിൽ പറയുന്നത്. അതായത് പല ഐറ്റംസ് നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽ ആണെങ്കിൽ കൂടുതൽ ടെക്സ്റ്റൈൽ, അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസ് ഒരേപോലെ നമ്മൾ ഒരേ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല, ഡൈവേഴ്സിഫിക്കേഷൻ സാധ്യമാകുന്നില്ല എന്നതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ് ഓൺ ദി കേസ് ഓഫ് ഇന്ത്യാസ് എക്സ്പോർട്ട് പറയുമ്പം ദർ ഹാസ് എമേർജ്ഡ് എ മിസ്മാച്ച് ഇൻ സ്ട്രക്ചർ ഓഫ് ദി വേൾഡ് ട്രേഡ് ആൻഡ് ഇന്ത്യാസ് എക്സ്പോർട്ട്. ഇന്ത്യയുടെ എക്സ്പോർട്ടും വേൾഡ് ട്രേഡും തമ്മിൽ ഒരു ചെറിയൊരു മിസ്മാച്ച് ഫീൽ ചെയ്യുന്നതായിട്ടും കാണപ്പെടുന്നത്. അതാണ് നെഗറ്റീവ് സൈഡ്. പോസിറ്റീവ് സൈഡ് പറയുമ്പം ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രിയാണ്. സോ എന്താണ് ആ തരത്തിലുള്ള ഒരു ലേബർ ഇന്റൻസീവ് പ്രോഡക്ട്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ആ തരത്തിലുള്ള ഒരു എക്സ്പോർട്ടിംഗ് ആണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞ ടെക്സ്റ്റൈൽസ് അതൊക്കെ, അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഖാദി അങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ അല്ലേ. പിന്നെ അതേപോലെ നമ്മൾ മൈനിങ്ങിലൊക്കെ ഭയങ്കര നല്ല ഇതുള്ളതാണ്. അപ്പോൾ അത് ആ ടൈപ്പ് പ്രോഡക്റ്റുകളൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് വിവിധ രാജ്യങ്ങളിലേക്കുണ്ട്, പക്ഷെ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ കുറവാന്നുള്ളതും അതേപോലെ തന്നെ വേൾഡ് ട്രേഡും ഇന്ത്യയുടെ എക്സ്പോർട്ടും തമ്മിൽ ചെറിയൊരു മിസ്മാച്ച് ഫീൽ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പറയുന്നത് നെഗറ്റീവ് സൈഡ്. ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് കൂട്ടി പറയാം. അതായത് കോമ്പോസിഷൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ആണ്. ചിലപ്പോൾ എന്താണ് 2 മാർക്കിന് അത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഒരു ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാൻ സാധിക്കും. കോമ്പോസിഷൻ ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇന്ത്യയുടെ മുന്നേറ്റം എന്താണെന്നും കോമ്പോസിഷൻ ഓഫ് ട്രേഡ് എന്താണെന്നും ഇൻഡിപെൻഡൻസ് അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആയിരിക്കുമ്പോൾ എങ്ങനെന്തായിരുന്നു പിന്നീടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനും, പിന്നെ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള അതായത് ഡൊമസ്റ്റിക് ഓറിയന്റഡ് എക്സ്പോർട്ട് മാനുഫാക്ചേഴ്സ്, അതുപോലെ തന്നെ നോൺ മാനുഫാക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ ചെയ്താൽ പിന്നെ ഓരോന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ എന്താണെന്ന് എഴുതാം. ദെൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് ഓഫ് ദി കോമ്പോസിഷൻ ഓഫ് എക്സ്പോർട്സ് ആ തരത്തിൽ എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ്, ഞാൻ സ്പീഡ് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ മടിക്കണ്ട. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറ്റുന്നുണ്ടല്ലോ, സ്പീഡ് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, സിമ്പിൾ ആയിട്ടുള്ളതാണ്. അത് നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് അത്ര കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള തിയറി ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് പോകുന്നത്. നമുക്ക് വായിച്ച് ഇങ്ങനെ പോകാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നോട്ടെ.
കുറച്ച് അങ്ങോട്ട് ഞാൻ വായിക്കാനുള്ള എന്ന് തരാം, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ വരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം കയറാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതൊന്ന് പഠിക്കാനുള്ള നിങ്ങൾ എനിക്ക് തോന്നുന്നു ഡിഗ്രി ഇതാണെങ്കിൽ, അതായത് ഇക്കണോമിക്സ് ആണെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, +2 ലെവലാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചിട്ടുണ്ടാവും. ഗ്രോത്ത് ആൻഡ് പോപ്പുലേഷൻ ചേഞ്ചസ് എന്നുണ്ട്, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഇതും ചോദിക്കാൻ ചാൻസസ് ഉള്ളതാണ്. തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, അതായത് ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ബൈ ഫ്രാങ്ക് നോട്ടസ്റ്റിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രാങ്ക് നോട്ടസ്റ്റിൻ ആണ് ഈ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷനെ കുറിച്ചിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി actual experience of the developing countries explain the growth of a population through 3 different stages of economic development. 3 different stages. First stage, you know that it is the most backward stages of the economy. So backward stages means primarily applicable to an agrarian economy. Okay, agrarian economy, no sign of industrial development, that type of economy. Okay, here birth rate and death rate are very high in these stages. It's a very primitive type, or it is mainly most backward stages of the country. So birth rate and death rate are very high in this stage. So first stage you can say that it is the birth rate and death rate are very high. Okay, first കിട്ടിയല്ലോ. First stage, demographic transition. Theory of demographic transition is formulated by Frank Nottestein, Nottestein. Okay, Frank Nottestein. Text ഇല്ലാത്തവരെ ജസ്റ്റ് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വരായിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്ന ആരാന്ന് കാണിക്കാൻ വേണ്ടി ഫ്രാങ്ക്, FRANK, ഫ്രാങ്ക് നോട്ടസ്റ്റീൻ, NOTESTEIN. Okay, then it explains the actual experience of the developing countries, explains the growth of population through 3 different stages of economic. നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതിയിട്ടാൽ മതി. 3 different stages എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റേജ് എന്നിട്ട് വരായിട്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേജ്? ഐ ഓൾറെഡി സെഡ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ വെരി ഹൈ. ഓക്കെ, ദെൻ എനിക്ക് തോന്നുന്നു ഇക്കണോമിക്സിൽ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ദി ബർത്ത് റേറ്റ് ഈസ് ഹൈ ആസ് എ കോൺസിക്വൻസ് ഓഫ് വൈഡ് സ്പ്രെഡ് illiteracy, early marriage, absence of knowledge of family planning methods, and above all the conventional belief about the big size of family. അതാണ് ബർത്ത് റേറ്റ് ഹൈ ആവാനുള്ള റീസൺ. നമുക്കറിയാം അഗ്രേറിയൻ കൺട്രി ആണ്. ദർ ഇസ് നോ സൈൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. സോ most of the people are illiterate in this case, because most backward stages in the country. Okay, so birth rate and death rate are very high in this stage. The reason behind this high birth rate is widespread illiteracy. Okay, widespread illiteracy, then early marriage, absence of knowledge of the family planning methods, and above all conventional belief about the big size of the ഫാമിലി, ബിഗ് സൈസ് ഓഫ് ദി ഫാമിലി. അതിനെയാണ് അവർ ബിഗ് സൈസ് ഓഫ് ദി ഫാമിലിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ബാക്ക്വേർഡ് അഗ്രികൾച്ചർ ഇക്കോണമിയാണ്. അഗ്രികൾച്ചർ ഇക്കോണമി അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഫാമിലിയിലത്തെ മെമ്പേഴ്സ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ജോലി അഗ്രികൾച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവരെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ബിഗ് ഫാമിലിയാണ്, ബിഗ് സൈസ് ഫാമിലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്താണ്, കുറേ കുട്ടികളുണ്ടായാൽ അവരെയൊക്കെ എന്താണ് ഈ ഫീൽഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, കൂടുതൽ നമുക്ക് വർക്കേഴ്സിനെ കിട്ടും എന്നുള്ള രീതിയിൽ. അതായത് എഡ്യൂക്കേഷനൊന്നും വലിയൊരു പ്രാധാന്യം പറഞ്ഞിട്ട് ഇവിടെ എന്താണ് വൈഡ് സ്പ്രെഡ് ഇല്ലിറ്ററസിയാണ് അവിടെ ഫേസ് ചെയ്യുന്നത്. സോ എന്താണ് അങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള അറിവില്ല. അതുമാത്രമല്ല എന്താണ് ബിഗ് ഫാമിലി സൈസാണ്, വലിയ ആസറ്റ് എന്നുള്ള രീതിയിലാണ് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്പർ ഓഫ് ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയത്. ദെൻ ദി ഡെത്ത് റേറ്റ് ഈസ് ഓൾസോ വെരി ഹൈ. അപ്പൊ അതിനൊരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ ഡെത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള. അതിന്റെ റീസൺ പറയുന്നത് പോവേർട്ടി, വലിയൊരു അളവ് വരെ ദാരിദ്ര്യം ഫേസ് ചെയ്യുന്ന കുറേ ആൾ ദരിദ്രരായിട്ട് എന്താണ് ഭക്ഷണം കിട്ടാത്തതാണ്, അങ്ങനെ മരണപ്പെടുന്നുണ്ട്. പുവർ ഡയറ്റ്, അവർക്ക് ന്യൂട്രിയൻ ഫുഡിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല, എന്താണോ കിട്ടുന്നത് അത് കഴിക്കുക എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് പിന്നെ പ്രിമിറ്റീവ് സാനിറ്റേഷൻ, അതായത് വലിയ വൃത്തി വെടിപ്പൊന്നുമില്ല, അത് പല സാംക്രമിക രോഗങ്ങളൊക്കെ വരിക. ദെൻ ലാക്ക് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റീസ്, സാംക്രമിക രോഗങ്ങളൊക്കെ നമുക്കറിയാം, ഈ ഒരു വൃത്തിയില്ലായ്മ എന്ന് വരുന്ന പല അസുഖങ്ങളെ കുറിച്ച് അങ്ങനത്തെ ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെന്താണ് അതിന് വേണ്ടത്ര ട്രീറ്റ്മെന്റോ വാക്സിനേഷനോ ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ സോ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം, ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഡെത്ത് റേറ്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം മനസ്സിലായാലോ എന്താണ്, അതായത് പലതരത്തിലുള്ള എപ്പിഡമിക്സ് ഒക്കെ വന്നിട്ട് അത് എന്താണ് ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോവാം.
പിന്നെ പീപ്പിളിന് മരിക്കുന്നത് എന്താണ്, വേണ്ടത്ര ഫുഡ് ഇല്ലാത്ത കണ്ടീഷൻ വരിക, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ മരണപ്പെടുന്ന അവസ്ഥയാണ് വരുന്നത്. സോ ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, അതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കോണമിയുടെ കേസ് എടുക്കുമ്പോൾ എന്താണ്, ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് കീപ് ദി ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഐദർ സ്റ്റാഗ്നന്റ് ഓർ വെരി സ്ലോ. അറിയാലോ, അതാ പോപ്പുലേഷൻ ഗ്രോത്ത് നോക്കുമ്പോൾ എന്തായിരിക്കും, അത് സ്റ്റാഗ്നന്റ് ആയിട്ട് തന്നെ പോകും. ബിക്കോസ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ സെയിം, മൂവിങ് ഇൻ എ സെയിം ഡയറക്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ വി ഹാവ് ടു മൂവ് ഇൻ ടു ദി സെക്കൻഡ് സ്റ്റേജ്. ഹിയർ സെക്കൻഡ് സ്റ്റേജ്, it is related to a developing country. First, most backward stages of the economy or underdeveloped country. Then second stage related to developing economy, when resources are utilized and industrial development also set in. നമ്മൾ അതിൻ്റെ ഫസ്റ്റത്തതിൽ ഫുള്ളി അഗ്രികൾച്ചർ സെക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് വണ്ണിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ, അതായത് എന്താ പറയുക, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഉണ്ടായി. ഓക്കെ, സോ ദി ബർത്ത് റേറ്റ് കണ്ടിന്യൂസ് ടു ബി ഹൈ ബിക്കോസ് സോഷ്യൽ കസ്റ്റംസ് ഡു നോട്ട് ചേഞ്ച് ഓവർനൈറ്റ്. അല്ലെ, മാസ് ഇല്ലിറ്ററസി സ്റ്റിൽ എക്സിസ്റ്റ് ആൻഡ് ദി പീപ്പിൾ ആർ നോട്ട് റിച്ച് enough to practice family planning measures like that. So the birth rate is high. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് നമുക്ക് കിട്ടി, ബർത്ത് റേറ്റ് ഹൈ ആണ്. ദെൻ ഡെത്ത് റേറ്റിന്റെ കേസ് നോക്കാം. ഓൺ ദി അതർ ഹാൻഡ്, ദി ഡെത്ത് റേറ്റ് ഫാൾസ് കൺസിഡറബിളി ഓൺ അക്കൗണ്ട് ഓഫ് സ്പ്രെഡ് ഓഫ് ഹെൽത്ത് ടെക്നോളജി ദാറ്റ് ബ്രിങ്സ് ഇൻ ഇംപ്രൂവ്ഡ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ്. മനസ്സിലായല്ലോ. അതായത് ഇവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നത്, സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെവലപ്പിംഗ് മൂഡിലാണുള്ളത് ഇക്കോണമി. അതേപോലെ തന്നെ എന്താണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വന്നു. സോ എന്താണ്, ബർത്ത് റേറ്റിന് നമുക്ക് ഒരു രാത്രി കൊണ്ട് എന്താണ് ബർത്ത് റേറ്റിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബർത്ത് റേറ്റ് കുറക്കാന്നുള്ള, അതായത് ജനങ്ങളുടെ കസ്റ്റംസ്, അത് ബിഗ് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇല്ലിറ്ററസി ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. സോ ബർത്ത് റേറ്റ് ഈസ് ഇൻക്രീസിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ. അറ്റ് ദി സെയിം ടൈം എന്താണ്, ഡെത്ത് റേറ്റ് ഫാൾസ്. ദിസ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദി സ്പ്രെഡ് ഓഫ് ഹെൽത്ത് ടെക്നോളജി ഓർ ഹെൽത്ത് ഫെസിലിറ്റീസ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, അതൊക്കെ വന്നപ്പോൾ എന്ത് കുറയാൻ തുടങ്ങി, ഡെത്ത് റേറ്റ് കുറയാൻ തുടങ്ങി. അല്ലെ, ഫാൾ ഇൻ ദി ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് അഷ്യൂർഡ് ഫുഡ് സപ്ലൈ, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു, ഡെത്ത് റേറ്റ് കുറയാൻ തുടങ്ങി. സോ അപ്പോൾ സെക്കൻഡ് സ്റ്റേജിന്റെ കണ്ടീഷൻ എന്തായിരിക്കും, ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ലോ ഡെത്ത് റേറ്റ്. ഓക്കെ, അത് ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാക്കിയെടുക്കും, ഇക്കോണമിയിൽ റാപ്പിഡ് ഇൻക്രീസസ് ഇൻ ദി പോപ്പുലേഷൻ. സോ the second stage is better known as the stages of population explosion. അല്ലെ, അതായത് ബർത്ത് റേറ്റ് ഒരു സൈഡിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതായത് കൂടുതൽ ആൾക്കാർ ജനിക്കുന്നുണ്ട്, എന്താണ്, ജനിച്ച ആൾക്കാരോട്ട് മരിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇക്കോണമി പോകുന്നത്. ഓക്കെ, ഡെവലപ്പിംഗ് കണ്ടീഷനിൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഇക്കോണമിയിൽ കൂടുതൽ പോപ്പുലേഷൻ വരുന്നുണ്ട്. സോ ദിസ് സ്റ്റേജ് ഈസ് ഓൾസോ നോൺ ആസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് അറിയാൻ പറ്റും, ദി കോൺസിക്വൻസസ് ഓഫ് ദി സ്റ്റേജ് ഈസ് ആർ വെരി ഡേഞ്ചറസ്. അല്ലെ, പോപ്പുലേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സംഭവിക്കുന്ന എന്തായിരിക്കും, ആ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നം ഉണ്ടാവും. എക്സസീവ് പോപ്പുലേഷൻ വരുമ്പം ഇക്കോണമിയുടെ ആ ഒരു നിലവാരം മാറിപ്പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡേഞ്ചറസ് ഫീലിങ്സ് ആണ് ഇക്കോണമിയിൽ ഉണ്ടാവുന്നത്. അല്ലെ, സോ ദി തേർഡ് സ്റ്റേജ് റിലേറ്റ് ടു ദി ഡെവലപ്ഡ് കൺട്രി. അപ്പോൾ തേർഡ് സ്റ്റേജിലേക്ക് നമുക്ക് എന്തായാലും പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വന്നു. അതായത് ബർത്ത് റേറ്റ് കൺട്രോൾ ചെയ്തില്ല, ഇക്കോണമി ഭയങ്കര പ്രോബ്ലത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. എന്താണ്, മരണനിരക്ക് കൂട്ടാൻ പറ്റൂല, അല്ലെ, നമുക്ക് കുറക്കാൻ പറ്റുന്ന എന്താണ്, ബർത്ത് റേറ്റ് ആണ്. അപ്പോൾ അതിന്റെ ആ ഒരു സ്ഥിതി. ദിസ് തേർഡ് സ്റ്റേജ് ഈസ് റിലേറ്റഡ് ടു ഡെവലപ്ഡ് കൺട്രി. ഓക്കെ, ഡെവലപ്ഡ് കൺട്രിയിലാണ് തേർഡ് സ്റ്റേജ് വന്നത്. ഇക്കണോമിക് ഡെവലപ്മെന്റ് അഡ്വാൻസസ് ഫർദർ. ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകണം, ഇങ്ങനെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല, അല്ലെ. സോ കൺട്രോൾ ചെയ്ത്, അല്ലെ. അപ്പം the character of the country changes from the agrarian to the industrial status. The birth rate falls sharply on account of the universal literacy and extensive use of the family planning devices and the high standard of living. Instead of homes, women prefer job outside. Okay, the large size of the family obstruct the free mobility, hence the general preferences for a small family prevails. Okay, അപ്പം ബർത്ത് റേറ്റ് ആണ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പം ജനങ്ങൾക്ക് ലിറ്ററസി കൊടുത്തു, അല്ലെ, കൂടുതൽ പേർക്ക്, അതായത് ഡെവലപ്ഡ് സ്റ്റേജിലാണ് ഇക്കോണമി ഉള്ളത്. അതുകൊണ്ട് ഇല്ലിറ്ററേറ്റ് ആക്കി എടുക്കാനൊന്നും ഇല്ലിറ്ററേറ്റിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ പീപ്പിളിനെ ലിറ്ററേറ്റ് ആക്കി കൊടുത്തു. ദെൻ എന്താണ്, ലിറ്ററേറ്റ് ആക്കി കൊടുത്തപ്പോൾ അവർക്ക് ജോലി ചെയ്യണം, എക്സ്പെഷ്യലി ലേഡീസിന് ജോലി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നു. അപ്പോൾ അവർക്ക് ഏണിങ്സ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നു. അവർ ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് എന്താണ്, ലാർജ് ഫാമിലി എന്ന് പറയുന്നത് അവർക്കൊരു
പറ്റില്ല എന്നുള്ള കണ്ടീഷനായി. സോ എന്താണ് അവർ പ്രിഫർ ചെയ്ത് എന്തായി, അതായത് ഔട്ട്സൈഡ്, വീടിന്റെ അകത്തല്ലാതെ ജോബ് ഔട്ട്സൈഡ് എന്നുള്ള കണ്ടീഷൻസിലേക്ക് പോയപ്പോൾ ലാർജ് ഫാമിലി ഭയങ്കര പ്രശ്നമാണ്. ചെറിയ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും പ്രശ്നം എന്നുള്ളതുകൊണ്ട് അവർ എന്ത് പ്രിഫർ ചെയ്യാൻ തുടങ്ങി, സ്മോൾ ഫാമിലി പ്രിഫറൻസ്, ജനറൽ പ്രിഫറൻസ് ഫോർ എ സ്മോൾ ഫാമിലി എന്നുള്ള ഇതിലേക്ക് വന്നു. സോ പിന്നെ മാത്രമല്ല എന്താണ് ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് കൂടുതൽ ബോധവൽക്കരണമൊക്കെ നടത്താൻ തുടങ്ങിയപ്പോൾ എന്താണ് അവര് ചെറിയ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ ബർത്ത് റേറ്റ് ഡിക്രീസസ്, ദി ഡെത്ത് റേറ്റ് ഓൾസോ ഫോൾസ്. ആദ്യം സെക്കൻഡ് സ്റ്റേജിലുള്ള പോലെ തന്നെ ഡെത്ത് റേറ്റും ഫാൾ ചെയ്യാൻ തുടങ്ങി അല്ലെ. അപ്പൊ എന്താണ് ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു കാഴ്ചപ്പാടിലേക്ക് ഇക്കോണമി മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ദി പോപ്പുലേഷൻ ഓഫ് ദി കൺട്രി ഗ്രോസ് അറ്റ് എ സ്ലോ റേറ്റ് ഇഫ് അറ്റ് ഓൾ ഇറ്റ്, അതായത് നമുക്കറിയാൻ പറ്റും നേരത്തെ തന്നെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആയിരുന്നു, അതിൽ നിന്ന് മാറിയിട്ട് എന്താണ് ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലേഷൻ സ്മോൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബർത്ത് റേറ്റും കുറയാൻ തുടങ്ങി, ഡെത്ത് റേറ്റും കുറയും. അപ്പോൾ തേർഡ് സ്റ്റേജ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ ഫാളിങ്. ഓക്കെ, അപ്പം ഇൻ ഷോർട്ട് ദി തിയറി ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ വ്യൂസ് ഇക്കണോമിക് ഗ്രോത്ത് ആസ് എ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ എ ഡിക്ലൈനിങ് ഇൻ ഫെർട്ടിലിറ്റി. ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ പറ്റും. തിയറി ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്ന ഇക്കണോമിക് ഗ്രോത്ത് ആണ് വ്യൂ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു എന്താണ് കുറഞ്ഞ ജനനനിരക്ക് അല്ലെങ്കിൽ എന്താണ് കുറഞ്ഞ മരണനിരക്ക് ആ ഒരു സ്റ്റേജിലാണ്. അപ്പം ഇന്ത്യ ആൻഡ് കേരള ഈസ് നൗ മൂവിങ് ഓൺ ദി തേർഡ് സ്റ്റേജസ്. തേർഡ് സ്റ്റേജിലൂടെയാണ് അതായത് ഇന്ത്യയും നമ്മുടെ സ്റ്റേറ്റും കേരളവും മൂവ് ചെയ്യുന്നത് ഈ ഒരു തേർഡ് സ്റ്റേജിലാണ് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും ഡെവലപ്ഡ് ഇതിലേക്ക് മൂവ് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ തിയറി ഓഫ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ ഒന്ന് ഓർത്ത് വെക്കുക. സിമ്പിൾ ആയിട്ട് എഴുതാം, നിങ്ങൾ ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതി വെച്ചാൽ മതി. അതായത് തേർഡ് സ്റ്റേജ് ആകുമ്പം ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ഡൗൺ ചെയ്യുന്ന ഒരു ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഗ്രോത്ത് ആൻഡ് പോപ്പുലേഷൻ ചേഞ്ച്, അത് 3 സ്റ്റേജസ്, ഡെത്ത് റേറ്റ് ആൻഡ് ബർത്ത് റേറ്റ് എടുക്കുക. പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ഫസ്റ്റ് സ്റ്റേജിൽ ബോത്ത് ആർ ഇൻക്രീസിങ്, സെക്കൻഡ് സ്റ്റേജിൽ എന്താണ് ബർത്ത് റേറ്റ് ഇൻക്രീസസ് ബട്ട് ഡെത്ത് റേറ്റ്, അതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് സംബന്ധിച്ചിടത്തോളം എന്താണ് രണ്ടും ഡൗൺ ആയിട്ട് വരുന്നത്, പ്രോസ്പെരിറ്റിയിലേക്ക് ഇക്കോണമി പോകുന്നത്, ഡെവലപ്ഡിലേക്ക് പോകുന്നത്. ഓക്കെ, അഗ്രികൾച്ചറിൽ നിന്ന് മാറി ഇൻഡസ്ട്രി ഓർ ടെറിഷറിയിലേക്ക് മൂവ് ചെയ്യുന്ന അവസ്ഥ. ഇന്ത്യ ആൻഡ് കേരള ഈസ് മൂവിങ് ഓൺ ദിസ് തേർഡ് സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ട്രെൻഡ്സ് ഓഫ് പോപ്പുലേഷൻ ആണ്. ട്രെൻഡ്സ് ഓഫ് പോപ്പുലേഷൻ എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഡാറ്റ നോക്കിയാൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പോപ്പുലേഷനും ഇയറും അത് ഞാൻ ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല. എന്താണ് അത് ഒറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള കേസ് പറയാം. 1901 to 1921 സ്റ്റാഗ്നന്റ് പോപ്പുലേഷൻ ഉണ്ടായത്. 1921 to 1951 സ്റ്റഡി ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. 1951 to 1981 റാപ്പിഡ് ഹൈ ഗ്രോത്ത്. ദെൻ 1981 to 2011 ഹൈ ഗ്രോത്ത് വിത്ത് ഡെഫിനറ്റ് സൈൻ ഓഫ് സ്ലോയിങ് ഡൗൺ. അതാണ് നമ്മുടെ പോപ്പുലേഷൻ്റെ ഒരു തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്തിന് എന്താണ് 4 നാച്ചുറൽ ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് അത് മാത്രമാണെങ്കിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. അതായത് ദി ഹിസ്റ്ററി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ ഡിവൈഡ്സ് ഇറ്റ് സെൽഫ് ഇൻ ടു 4 നാച്ചുറൽ ഫേസ്. ഒന്ന് 1901 to 1921 വരെ ഫസ്റ്റ്, ദെൻ 1921 to 51, 51 to 81, 81 to 2011. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് 1901 to 1921 stagnant population. Clear? Stagnant population. Second one 21 to 51 steady growth, STADY, steady growth. 51 to 81 rapid high growth. Okay, then 81 to 11 high growth with a definite sign of slowing down. High growth with a definite sign of slowing down. അതാണ് ഹിസ്റ്ററി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്തിനെ സമ്മപ്പ് ചെയ്തിട്ടുള്ളത് 4 നാച്ചുറൽ ഫേസസ് ആയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ചെറിയൊരു കേസാണ്. ഇനി ഒരു ജസ്റ്റ് തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് പറയുന്നത്, അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ അല്ലേ? പോപ്പുലേഷൻ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അത് ഏതെങ്കിലും എസ് സി ഒക്കെ എഴുതുമ്പോൾ അതിൽ കൂട്ടി എഴുതാം എന്നുള്ളതേ ഉള്ളൂ. അതായിട്ട് ചോദിക്കാനുള്ള ചാൻസസ് കുറവാണ്. ഓക്കെ, ദെൻ ഇതൊന്ന് ശ്രദ്ധിക്കാം. ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഒന്നുകൂടി മനസ്സിലാക്കുക. ഗ്രോത്തും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? എന്താ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ?
ഇക്കോണമിയിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻകം, അതിൽ ഡിഫറൻസ് വന്ന് എന്ത് സംഭവിക്കും? ഇക്കോണമിയിൽ ഇൻഇക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യും, പുവർ ഓർ റിച്ച് എന്നുള്ള ആ ഒരു ഗ്യാപ്പ്. മനസ്സിലായല്ലോ? ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഇൻകം ഈസ് നോട്ട് ഇൻ എ കറക്റ്റ് വേ, അവിടെ എന്ത് സംഭവിക്കും? റിച്ചർ ബിക്കം മോർ റിച്ചർ, പുവർ ബിക്കം മോർ പുവർ എന്നുള്ള കണ്ടീഷനിലേക്ക് പോകും. സോ ഇക്കോണമിയിൽ എന്ത് നിലനിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്? ഇൻഇക്വാളിറ്റി നിലനിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഗ്രോത്തും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. സൈമൺ കുസ്നെറ്റ് ആണ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റും അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ഇൻകം ഇൻഇക്വാളിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുസ്നെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, സൈമൺ കുസ്നെറ്റ്. സോ ദീസ് റിലേഷൻഷിപ്പ്, ഈ ഒരു രണ്ട് തമ്മിലുള്ള റിലേഷൻ ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നത്? സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റും അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ഇൻകം ഇൻഇക്വാളിറ്റിയും. മനസ്സിലായല്ലോ? ഇൻകം ഇൻഇക്വാളിറ്റിയുള്ള വ്യത്യാസം മീൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ക്ലിയർ അല്ലേ? ഇൻകം ഇൻഇക്വാളിറ്റി അത് ഈ സൈമൺ കുസ്നെറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഒരു ഡയഗ്രം വെച്ചിട്ടാണ്. ഓക്കെ, ഡയഗ്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് വരച്ചു വെക്കുക, ഞാൻ പറയുമ്പോൾ തന്നെ ഒന്ന് വരച്ചു വെക്കാം. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ അറിയാലോ, ആക്സിസ് അറിയാലോ, എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്, ഇങ്ങനെ കടന്നിരിക്കുന്ന എൽ പോലെ എൽ ഷേപ്പിൽ വരക്കാനാണ്. നമുക്കിവിടെ ബോർഡൊന്നും ഇല്ല, ഇങ്ങനെ ആക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. എൽ ഷേപ്പിൽ വരച്ചാൽ മതി. ടെക്സ്റ്റ് ഉള്ള ആൾക്കാർ പേജ് നമ്പർ 28 ടെക്സ്റ്റ് ഇല്ലാത്ത ആൾ എൽ ഷേപ്പിൽ നമ്മൾ ഡയഗ്രാം വരക്കാൻ വേണ്ടി അറിയാലോ നിങ്ങൾക്ക്. അത് എക്സ് ആക്സിസിൽ നമ്മൾ സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റും വൈ ആക്സിസിൽ അതായത് വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ ഡിഗ്രി ഓഫ് ഇൻകം ഇൻഇക്വാളിറ്റിയും എഴുതും. ഓക്കെ, ഇനി അതാണ് നമ്മളിവിടെ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണ് പറയുന്നത്. ഓക്കെ, അതും ഇക്കണോമിക് ഗ്രോത്തും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ദി പാറ്റേൺ ഓഫ് ഇക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി അണ്ടർ ഡെവലപ്മെന്റ് കൺട്രീസ് ഷോസ് വൈഡ് ഇൻഇക്വാളിറ്റീസ്. ഇതെല്ലാം അതായത് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഇൻഇക്വാളിറ്റീസ് ആണ് ഇവിടെ കാണുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിലെ വലിയൊരു ഇൻഇക്വാളിറ്റീസ്, അതായത് വൈഡ് ഇൻഇക്വാളിറ്റീസ് ആർ സീൻ ഇൻ ദി കേസ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ എ ലാർജ് പ്രപ്പോർഷൻ ഓഫ് ഇൻകം ജനറേറ്റഡ് ഇൻ ദി ഇക്കോണമി across to a smaller sections of the society, whereas larger proportion of the population is left to thrive on a smaller slice of income. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിൽ ഇൻഇക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എ ലാർജ് പ്രപ്പോർഷൻ ഓഫ് ഇൻകം ജനറേറ്റഡ് ഇൻ ദി ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എന്താ പറയാ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻകത്തിന്റെ കൂടുതൽ ഭാഗം, ലാർജ് പ്രപ്പോർഷൻ ആരുടെ കയ്യിലാണ്? ഒരു സ്മോളർ സെക്ഷന്റെ കയ്യിൽ ഉണ്ടായിരിക്കുകയും അതേസമയം ബാക്കിയുള്ള ചെറിയ പ്രപ്പോർഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ലാർജ് പീപ്പിളിന്റെ കയ്യിൽ, ലാർജ് സെക്ഷൻസിന്റെ കയ്യിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ. മനസ്സിലായല്ലോ? അതായത് ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻകത്തിന്റെ മുഴുവൻ ഭാഗവും ഒരു ചെറിയ സെക്ഷന്റെ അടുത്ത് ഉണ്ടായിരിക്കുക, അവർ റിച്ചറായിട്ട് ഉണ്ടാവുക. അതേസമയം എന്താണ് ബാക്കിയുള്ള കുറച്ച് ഇൻകം, കുറച്ച് എന്താ പറയാ ഇൻകം ജനറേഷൻ എന്ന് പറയുന്നത്, കുറച്ച് പ്രപ്പോർഷൻ ഓഫ് ഇൻകം എന്നുള്ളത് അത് വലിയൊരു സെക്ഷന്റെ കയ്യിൽ ഉണ്ടായിരിക്കുക. അതായത് ഇപ്പം 80% ഓഫ് ഇൻകം എന്ന് പറയുന്നത് ആരുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക? 80% ഓഫ് ഇൻകം ഒരു 10% ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുകയും അതേസമയം 80% ബാക്കി 20% ഇല്ലേ, അത് ഒരു 90% പുവർ സെക്ഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുക്കുന്ന അവസ്ഥ. അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ എന്താന്നുള്ളത്? ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു കേസിൽ പറയുന്നത്. അപ്പം സൈമൺ കുസ്നെറ്റിന്റെ പറയുമ്പം ഇതിൽ നമ്മൾ ഇക്കണോമിക്സ് ജനറലി അഗ്രി ഓൺ ആൻ അസിമെട്രിക്കലി യു ഷേപ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. അതായത് കുസ്നെറ്റ് കർവിൽ പറയുന്നത് അതൊരു എന്താ പറയാ എന്താ നമ്മള് ഇൻവേർട്ടഡ് ആയിട്ടുള്ള യു ഷേപ്പില്ലേ, അതായത് ഞാൻ പറഞ്ഞ അതിന്റെ ഡയഗ്രാം വരക്കേണ്ടത് താഴത്തേക്ക് ഒരു യു വരുന്നതാണ് വരക്കേണ്ടത്. താഴത്തേക്കുള്ള ഒരു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു ഷേപ്പില്ലേ, അതിങ്ങനെ താഴത്തേക്ക് വരക്കുക, അതാണ് നമ്മൾ പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ടൈമില് അത് ഇക്കണോമിക് സ്റ്റേജിന്റെ ഫസ്റ്റ് സ്റ്റേജില് അത് ഇൻഇക്വാളിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. കുറച്ച് ആളെ കയ്യിലായിരിക്കും കുറെ പണം ഉണ്ടായിരിക്കുക, ബാക്കിയുള്ളവരുടെ കയ്യിൽ കുറച്ച് മാത്രം ഉണ്ടായിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഇക്കണോമിക് ഇൻഇക്വാളിറ്റി കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ മേലോട്ടേക്ക് വരക്കണം അല്ലെ. എനിക്ക് തോന്നുന്ന ഇക്കണോമി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡെവലപ്പിംഗ് സിറ്റുവേഷൻ ആകുമ്പോൾ എന്താണ് ഇതിനൊരു ഇത് വരും, എന്താണ് കുറെ സ്കീംസ് ഒക്കെ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഒരു സ്റ്റാഗ്നൻസി ഇതിൽ വരും.
ദെൻ അഗെയിൻ എന്താണ്, എക്കണോമി വീണ്ടും നല്ല ഹൈ ഡെവലപ്പ് ആകുമ്പോൾ പിന്നെ ആരെ കൺസിഡർ ചെയ്യുന്ന കുറവായിരിക്കും, പൂറിനെ കൺസിഡർ ചെയ്യുന്ന മറ്റവർ കൂടുതൽ കൈകടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇൻവേർട്ടഡ് യു ഷേപ്പ്, അതായത് ഒരു താഴത്തേക്കുള്ള ഒരു യു ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, അതാണ് കുസ്നെറ്റ് കർവ് എന്നുള്ള രീതിയിൽ പറയുന്നത്. കുസ്നെറ്റ് കർവ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. കുസ്നെറ്റ് കർവ് മീൻസ് ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്, സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ഡിഗ്രി ഓഫ് ഇൻകം ഇൻഇക്വാളിറ്റി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇൻഇക്വാളിറ്റി വൈഡൻസ് ഡ്യൂറിംഗ് ദി ഏർലി ഫേസസ് ഓഫ് ദി ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തിന്റെ ഏർലി സ്റ്റേജസിൽ എന്തായിരിക്കും, ഇക്കണോമിക് അതായത് എന്താ ഇൻഇക്വാളിറ്റി വൈഡൻ ആയിരിക്കും. ദെൻ റിലേറ്റീവ്ലി സ്റ്റെബിലൈസ് അറ്റ് ദി ഗിവൺ ലെവൽ ആൻഡ് ദെൻ നാറോസ് ഇൻ ദി അത് പിന്നെ കുറഞ്ഞു വരുന്നത്. അഡ്വാൻസ്ഡ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എത്തുമ്പോൾ ഈ ഇൻഇക്വാളിറ്റി കുറഞ്ഞു. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അണ്ടർ ഡെവലപ്ഡ് കേസ് ആണെങ്കിൽ എന്താണ്, ഇക്കോണമിയുടെ ഡെവലപ്മെന്റ് ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ എന്താണ്, ഒരു വിഭാഗത്തിന്റെ കയ്യിലായിരിക്കും എന്തായിരിക്കും, ഇൻകത്തിന്റെ കുറെ ഭാഗം ഉണ്ടായിരിക്കുക അല്ലെ. അത് നമ്മളിപ്പോൾ രാജഭരണമൊക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ കയ്യിൽ, ജനങ്ങളുടെ കയ്യിലേക്ക് ഒത്തിരിയും കുറച്ച് ആ ഒരു ഇതാണ്. പിന്നെ ഇക്കോണമി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്താ, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തായിരിക്കും, കുറെ സ്കീംസ് ഒക്കെ വരും, ഡെവലപ്മെന്റ് സ്കീംസ് ഒക്കെ. അപ്പം വെൽഫെയർ ആക്ടിവിറ്റീസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അപ്പൊ എന്ത് ചെയ്യും, ഇത് കുറഞ്ഞു വരും, ഇൻഇക്വാളിറ്റി കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്തായിരിക്കും, തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് ആയിരിക്കും, ഒരുവിധം എല്ലാവരും ഡെവലപ്പ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും അല്ലെ. അപ്പം എന്ത് സംഭവിക്കാൻ തുടങ്ങും, വീണ്ടും ഈ ഇൻഇക്വാളിറ്റി കുറഞ്ഞു വരുന്നത്, അപ്പൊ താഴോട്ടേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇൻവേർട്ടഡ് യു, ആദ്യം കയറി വരുന്നത്, പിന്നെ സ്റ്റാഗ്നന്റ് ആയിട്ട് വരുന്നത്, പിന്നെ താഴോട്ടേക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് ഓക്കെ അല്ലേ. കുസ്നെറ്റ് കർവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കുസ്നെറ്റ് കർവ് സൈമൺ കുസ്നെറ്റ് ആണ്, KUZNET. ഓക്കെ, കുസ്നെറ്റ് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണേ. ഓക്കെ ആണെങ്കിൽ അതൊന്ന് മെസ്സേജ് ചെയ്യണം. ആരെയും കാണുന്നില്ലല്ലോ, എന്താ ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് ഓക്കെ ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ട് പറയാം. ഇനി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി, ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. കുസ്നെറ്റ് കർവ് ഓക്കെ ആണോ? കുസ്നെറ്റ് കർവ് അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇൻഇക്വാളിറ്റിന്റെ മാത്രം നോക്കാം. ഇതും ഒരു എന്താ പറയാ, കുറച്ച് പഠിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ഇൻഇക്വാളിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നോക്കാം. അതായത് ഇന്ത്യയിലുള്ള കേസ് മാത്രം എങ്ങനെയാന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിലെ കേസ് മാത്രം നോക്കുമ്പോൾ ഇൻഇക്വാളിറ്റീസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മെയിൻലി ഡാറ്റ അവൈലബിൾ ആയിട്ട് വരുന്നത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സേവിംഗ് ഇൻ ദി ഇക്കോണമി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നോക്കുന്നത്. ദി എക്സ്റ്റെന്റ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഇക്വാളിറ്റീസ് ഇൻ ഇൻകം ഇൻ ഇന്ത്യ ക്യാൻ ബി സ്റ്റഡിഡ് ഓൺ ദി ബേസ് ഓഫ് അവൈലബിൾ ഡാറ്റ റിലേറ്റിംഗ് ടു എന്തൊക്കെയാണ് നോക്കുന്നത്, ഇൻകം ഇൻഇക്വാളിറ്റി ഓർ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓർ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സേവിങ് ഇൻ ദി കൺട്രി. ഓക്കെ, ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതില് നമ്മൾ നോക്കുന്നത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് നോക്കാം. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ നമ്പർ ഓഫ് സ്റ്റഡീസ് കാരിഡ് ഔട്ട് ടു മെഷർ ദി എക്സ്റ്റെന്റ് ഓഫ് ഇൻഇക്വാളിറ്റി. അതായത് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ദി ഗ്രോസ് ഇൻഇക്വാളിറ്റീസ് ഓഫ് ഇൻകം എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നോക്കുമ്പോൾ, ഇൻഇക്വാളിറ്റിന്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, നമ്മൾ 4 കേസിലാണ് പറഞ്ഞത്. ഇൻകം ഡിസ്ട്രിബ്യൂഷനിലും വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സേവിംഗ് ഇൻ ദി ഇക്കോണമി. ഇത് 4 വെച്ചിട്ടാണ് ഇൻഇക്വാളിറ്റീസ് ടെസ്റ്റ് നോക്കുന്നത്. അപ്പൊ ഇൻകത്തിന്റെ കേസിൽ നോക്കുമ്പോൾ ദി ഗ്രോസ് ഇൻഇക്വാളിറ്റീസ് ഓഫ് ഇൻകം എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻകം ഇൻഇക്വാളിറ്റി നല്ല രീതിയിൽ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അത് UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന്റെ, അത് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 10% ഓഫ് ദി പോപ്പുലേഷൻ ഹാഡ് 31.1% ഓഫ് ടോട്ടൽ ഇൻകം, while the bottom 10% has to do with only 3.6% ഓഫ് ഇൻകം. മനസ്സിലായില്ലേ? അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ഇന്ത്യയിലെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ 10% ആൾക്കാരിലെ 31% എന്താണ് ടോട്ടൽ ഇൻകം അവരുടെ കയ്യിലാണ്. അതേസമയം ബോട്ടം 10% ആൾക്കാരുടെ കയ്യിൽ, താഴേക്കിടയിലെ 10% ആളുടെ കയ്യിൽ ഓൺലി 3.5% ഇൻകം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും എന്താണ്, 10%ന്റെ കയ്യിൽ മുകളിലത്തെ അപ്പർ ടോപ്പിൽ എത്രയാണ്, 10%. ടോപ്പ് മീൻസ് ഹിയർ റിച്ച് പീപ്പിൾ എന്നുള്ളതും ബോട്ടം മീൻസ് പുവർ പീപ്പിൾ എന്നുള്ള കണ്ടീഷനാണ്.
അപ്പം ടോപ്പിലുള്ള 10% ആൾക്കാരുടെ ഇടയിൽ 31.1% ടോട്ടൽ ഇൻകം ഉണ്ട്. അറ്റ് ദി സെയിം ടൈം ബോട്ടം 10 ഓൺലി 3.6%. So we can say that there exists a income inequality. Okay. Then inequality വെൽത്തിന്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് it highlights that top 10% of population had 52.9% of country's wealth. Okay. While the top 1% had 15.7%. അതായത് അതേസമയം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് ബോട്ടം 1% ഓഫ് പോപ്പുലേഷൻ ഓൺസ് മീഗർ എന്താണ് 2% ഓഫ് ദി കൺട്രീസ് വെൽത്ത് ആൻഡ് ബോട്ടം 20% ഓൺ ജസ്റ്റ് 1%. അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇവിടെ എന്താണ് ടോപ്പ് 10%-ൽ 52 ഉണ്ട്, അതേസമയം ബോട്ടമിൽ എന്താണ് 0.2% മാത്രമേ കൺട്രീന്റെ വെൽത്ത് ഉള്ളൂ. അവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷനിലും ഇനീക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യന്റെ കേസ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് തേർഡ് കേസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ നോക്കുമ്പോൾ, അതായത് ഇൻഫർമേഷൻ ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി household consumption is available from the data collected the National Sample Survey Office NSSOന്റെ ഡാറ്റയാണ് അവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ. കൺസംഷൻ എക്സ്പെൻഡിച്ചർ നോക്കാൻ വേണ്ടിയിട്ട് അതായത് NSSO ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. ഇനീക്വാളിറ്റി ഓഫ് വെൽത്ത് ഹാസ് ബീൻ കൺസിസ്റ്റന്റ്ലി ഹയർ ദാൻ ഈവൺ മോർ ഇൻകം ഇനീക്വാളിറ്റി. അതായത് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെയും ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് NSSOന്റെ ഡാറ്റ പ്രകാരം ഇനീക്വാളിറ്റീസ് ഓഫ് വെൽത്ത് ഹാസ് ബീൻ കൺസിസ്റ്റന്റ്ലി ഹയർ ദാൻ ഈവൺ ഇൻകം ഇനീക്വാളിറ്റി. വെൽത്തിലാണ് കൂടുതൽ ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതുമായിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും കൺസംഷൻ പാറ്റേൺ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ആ ഒരു ഡിഫറൻസസ് കാണാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് ഇനീക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സേവിങ് ആണ്. അതായത് ഹൗസ് ഹോൾഡ് സെക്ടറിന്റെ സേവിങ് ആണ് നോക്കുന്നത്. ഇവിടെയും കാണാൻ പറ്റുന്നത് ഇൻകം എന്താണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തും കാണാൻ സാധിക്കും. സേവിങ്ങിന്റെ കേസിലും നമുക്ക് ഒരു വേരിയേഷൻ കാണാൻ പറ്റുന്നതാണ് നമുക്ക് അറിയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സേവിങ്ങിലും വ്യത്യാസം കാണപ്പെടുന്നുണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഒരു കേസ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇവിടെ എന്തിന്റെ ബേസിലാണ് നമ്മൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഏത് മെഷർമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഇനീക്വാളിറ്റി മെഷർമെന്റ് ഏത് മെഷർമെന്റ് ആണ് യൂസ് ചെയ്തിട്ടാണ് ഇനീക്വാളിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഗിനി കോഎഫിഷ്യന്റ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും GINI. വട്ട് ഇസ് ഗിനി കോഎഫിഷ്യന്റ്? ഗിനി കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ the most commonly used inequality measures are the Gini coefficient. Okay, Gini coefficient based on the Lorentz curve. ലോറൻസ് കർവ് വെച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ലോറൻസ് കർവ് വെച്ചിട്ടാണ് ഗിനി കോഎഫിഷ്യന്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ ഗിനി കോഎഫിഷ്യന്റ് മെഷർമെന്റ് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ഇനീക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ ആ തരത്തിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ എന്താണെന്നുള്ളത്. അതായത് നമ്മളിവിടെ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇൻകത്തിലുള്ള ഇനീക്വാളിറ്റീസ് ഉണ്ട്, ദെൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനിൽ ഇനീക്വാളിറ്റി ഉണ്ട്, ദെൻ കൺസംഷൻ പാറ്റേണിൽ ഇനീക്വാളിറ്റി, ഹൗസ് ഹോൾഡ് കൺസംഷൻ പാറ്റേണിൽ ഇനീക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നമുക്ക് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിനി കോഎഫിഷ്യന്റ് ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഗിനി കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് വേണ്ടത്, അതായത് നല്ലൊരു ടൂളാണ് ഇനീക്വാളിറ്റി മെഷർ ചെയ്യാനുള്ള നല്ലൊരു ടൂളാണ് ഗിനി കോഎഫിഷ്യന്റ്. ഗിനി കോഎഫിഷ്യന്റ് ബേസ്ഡ് ഓൺ ദി ലോറൻസ് കർവ്. എന്താ ലോറൻസ് കർവ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ലോറൻസ് കർവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഓർ വെൽത്ത് ഇൻ എ സൊസൈറ്റി. അതായത് ഇക്കോണമിയിൽ എങ്ങനെയാണ് ഇൻകം അല്ലെങ്കിൽ വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് ഏത് പറയുന്നത് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അതായത് ഇൻകവും വെൽത്തും എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അത് നമുക്ക് ഗിനി കോഎഫിഷ്യന്റ് അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു സ്ക്വയർ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ബോക്സ് അല്ലെങ്കിൽ സ്ക്വയർ വേണ്ട, എൽ ഷേപ്പിൽ നമ്മൾ ഡയഗ്രാം വരക്കാൻ വേണ്ടി നമ്മൾ എൽ ഷേപ്പിൽ വരക്കൂലേ. എൽ ഷേപ്പിൽ വരക്കുന്ന സമയത്ത് താഴത്തെ ഭാഗത്ത് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ എഴുതും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയണേ. അതായത് നമ്മൾ ലോറൻസ് കർവ് ആദ്യം നോക്കാം. ലോറൻസ് കർവ് നോക്കിയിട്ടാണ് ഗിനി കോഎഫിഷ്യന്റ് മെഷർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ നമ്മള് ലോറൻസ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ തരത്തിലും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ അല്ലെ. ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഇക്കോണമി ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ലോറൻസ് കർവ് ആയിട്ട് പറയുന്നത്. സോ വി ക്യാൻ ഡ്രോ എ ഡയഗ്രാം. ഓക്കെ, ഡയഗ്രത്തിൽ എക്സ് ആക്സിസില് അത് എൽ എന്ന് പറഞ്ഞിട്ട് അറിയാലോ വരയ്ക്കാൻ, ഡയഗ്രാം വരക്കാൻ വേണ്ടിട്ട്. അപ്പോൾ എക്സ് ആക്സിസില് വി ഡ്രോ പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ, ദെൻ വൈ ആക്സിസില് അതായത് വെർട്ടിക്കൽ ആക്സിസില് നമ്മൾ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും ഡയഗ്രാം വരക്കുമ്പോൾ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതായിരിക്കും നമ്മൾ എക്സ് എക്സിലും വൈ എക്സിലും പറയാം. നിങ്ങൾക്ക് എക്സ് എക്സിലും വൈ എക്സിൽ എന്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് എക്സിലെ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷനും വൈ എക്സിലെ പ്രപ്പോർഷൻ ഓഫ് ഇൻകം ആണ് നോക്കുന്നത്. നമുക്കത് രണ്ടും നമ്മൾ ഇൻകം എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് രണ്ട് വേരിയബിൾ ഏതൊക്കെയാണ്, ഒരു വേരിയബിൾ പോപ്പുലേഷനും മറ്റൊരു വേരിയബിൾ ഇൻകവും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് നിങ്ങൾ ഡയഗ്രാം വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ് എക്സിൽ ഇന്നത് വൈ എക്സസ് എങ്ങനെ അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എന്തൊക്കെ വേരിയബിൾ ആണ് അതിലുള്ളത്, അത് എക്സ് എക്സിലും വൈ എക്സിലും ഫിറ്റ് ചെയ്യാം. ഓക്കെ, then proportion of income on the y-axis and a percentage of population on the x-axis. ഓക്കെ, അപ്പൊ ഇതിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ 45 ഡിഗ്രിയില്, അതായത് ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, എക്സ് എക്സും വൈ എക്സും ജോയിൻ ചെയ്യുന്ന ഒരു കോർണർ പ്ലേസ് ഉണ്ടല്ലോ, അതിൽ നിന്നും നമ്മൾ എന്താണ് മേലോട്ടേക്ക് ഒരു വര വരച്ചത് സെന്ററിലൂടെ. അതായത് ഈ രണ്ട് ഇതിനെയും സെന്ററിലൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ, സെന്ററിലൂടെ ഒരു ലൈന് വരക്കുമ്പോൾ ആ ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, സെന്ററിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇൻകം പ്രപ്പോർഷൻ ആൻഡ് പോപ്പുലേഷൻ ആറ് എന്തായിരിക്കും, ഈക്വൽ എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും വരിക. സോ ഇറ്റ് ഈസ് ദി ലൈൻ ഓഫ് ഈക്വാളിറ്റി. ക്ലിയർ ആണല്ലോ? അതായത് നമ്മളൊരു എക്സ് എക്സും വൈ എക്സും വരച്ചു, എക്സ് എക്സും വൈ എക്സും ആ രണ്ടും കൂട്ടിമുട്ടുന്ന ആ ഒരു കോർണർ പ്ലേസ് ഉണ്ടല്ലോ, ആ പ്ലേസിലൂടെ സെന്ററിലൂടെ ഒരു 45 ഡിഗ്രിയിൽ മേലോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ലൈൻ ഓഫ് ഈക്വാളിറ്റി. ഓക്കെ, ലൈൻ ഓഫ് ഈക്വാളിറ്റി. ഇനി നമുക്ക് പോപ്പുലേഷന്റെ സൈഡിൽ കൂടെ ഒരു കേവ് ഫോമിൽ ഇങ്ങനെ, നിങ്ങൾ ലോറൻസ് കേവ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതായത് എന്താണ്, കേവ് ഫോമിൽ ഇങ്ങനെ വരക്കുമ്പോൾ, അതായത് താഴേക്ക് വരക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്താണ്, ഈ ലൈൻ ഓഫ് ഈക്വാളിറ്റിയും ഈ കേവും. അതായത് കേവ് എന്ന് പറയുന്നത് നമ്മൾ വരക്കുന്നത്, നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, കേവ് എന്ന് പറയുന്നത് വരക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഈ കോർണറിന് താഴോട്ടേക്ക് വളച്ചിട്ട് ഏതിനെ ടച്ച് ചെയ്ത് ഈ പോപ്പുലേഷൻ ഈ എന്താ പറയാ ഈ താഴത്തെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ലോറൻസ് കർവിന്റെ എനിക്കൊന്ന് നെറ്റ് ചെയ്യാൻ പറ്റും, എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അപ്പം ആ ഒരു തരത്തിൽ വരക്കുകയാണ് ചെയ്യുക. ലൈൻ ഓഫ് ഈക്വാലിറ്റി സെന്ററിലൂടെയും അതേപോലെ തന്നെ ഇത് എന്താണ്, ഈ സെന്ററിന് കേവ് ഫോമിൽ മറ്റേ ഭാഗത്തേക്ക് ടച്ച് ചെയ്യുന്ന, മറ്റേ അറ്റത്തേക്ക് ടച്ച് ചെയ്യുന്ന ഭാഗം എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ലോറൻസ് കർവ് കിട്ടും. അപ്പോൾ ലൈൻ ഓഫ് ഈക്വാളിറ്റിയും ഈ കേവും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദർ എക്സിസ്റ്റ് എ ഹൈ ഇൻഇക്വാളിറ്റി എന്ന് പറയാൻ പറ്റും. ഇനി ഈ കേവിന്റെ വിഡ്ത്ത് കുറഞ്ഞ് ഇൻഇക്വാളിറ്റി ലൈനിന്റെ ഈക്വാളിറ്റി ലൈനിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, അത് അത്രമാത്രം ഇൻഇക്വാളിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. ക്ലിയർ ആണല്ലോ? അതായത് ലൈൻ ഓഫ് ഈക്വാളിറ്റി എന്ന് പറയുമ്പോൾ സെന്ററിലൂടെ പോകുന്നതാണ്. സെന്ററിലൂടെ പോകുന്ന അടുത്തേക്കാണ് നമുക്ക് പ്ലോട്ട് കിട്ടിയിരിക്കുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിന്റെ വിഡ്ത്ത് കുറവല്ലേ. ലൈൻ ഓഫ് ഈക്വാളിറ്റിയും ലോറൻസ് കേവും തമ്മിൽ, ലോറൻസ് കേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേവ് ഫോമിൽ വരക്കുന്നത്, താഴേക്ക് വരക്കുന്നത്, നമ്മളിങ്ങനെ യു ഷേപ്പിൽ വരക്കൂലേ, അതായത് ഒരു വലിയൊരു യു, അതായത് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് യു പോലെ വരച്ചിട്ട് മേലോട്ടേക്ക്. ആ യുവിന്റെ വിഡ്ത്ത് നല്ലോണം കൂടുകയാണെങ്കിൽ ഇനീക്വാളിറ്റി കൂടുന്നും, വിഡ്ത്ത് കുറഞ്ഞിട്ട് ലൈൻ ഓഫ് ഈക്വാളിറ്റിന്റെ നിയറസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ എന്താണ്, ഇനീക്വാളിറ്റി ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഗിനി കോഎഫിഷ്യന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഗിനി കോഎഫിഷ്യന്റിന് ഒരു വാല്യൂ കിട്ടും. നമ്മളിപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഇനീക്വാളിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇത്രയാന്നൊക്കെ പറഞ്ഞില്ലേ, അതിനൊക്കെ ഓരോ വാല്യൂ കിട്ടും. ഞാൻ ഇവിടെ ഫസ്റ്റത്തെ വായിക്കാം. ദി ഗിനി കോഎഫിഷ്യന്റ് വർക്ക്ഡ് ഔട്ട് ടു ബി 0.368 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ അതായത് 36 അങ്ങനെ പെർസെന്റേജ് റേറ്റിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ ഗിനി കോഎഫിഷ്യന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ മെഷർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അക്രോസ് ദി പോപ്പുലേഷൻ ഡെവലപ്ഡ് ബൈ ദി, അതായത് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ കൊറാഡോ ഗിനിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. 1912 ഈ മെഷർമെന്റ് ഒക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഗിനി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ, ഗിനി കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ റേഞ്ചസ് ഫ്രം 0 to 1 ആണ്. 0 മീൻസ് 0%, 1 മീൻസ് 100%. Then 0 representing perfect equality and 1 representing perfect inequality. Clear?
0, if we get the value of Gini coefficient is 0 or nearest to 0, we can say that it is a perfect equality. At the same time, nearest to 99% or 100%, we can say that it is representing perfect inequality. Clear? Then 0ക്കും 1നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും എന്ത് കിട്ടുന്നുണ്ടാവുക, ഗിനി കോഫിഷ്യന്റ് കിട്ടുന്നുണ്ടായിരിക്കുക. ക്ലിയർ? അല്ലെങ്കിൽ 0ക്കും 0%ഉം 100%. പിന്നെ എങ്ങനെ ഗിനി കോഫിഷ്യന്റ് കാൽക്കുലേറ്റ്, ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ the ratio of the area between the perfect equality and the Lorentz curve. ഞാൻ പറഞ്ഞിട്ട് ലോറൻസ് കർവും പെർഫെക്റ്റ് ഈക്വാലിറ്റിയും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ക്ലിയർ അല്ലേ? അത് രണ്ട് തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ ഗ്യാപ്പ് അത് ഡിവൈഡഡ് ബൈ ഈ ഇനീക്വാളിറ്റി ലൈനിന് താഴെയുള്ള മൊത്തം പാർട്ട്, അതായത് ലോറൻസ് കർവ് വരുന്നതും ബാക്കിയുള്ള പാർട്ടും എല്ലാം ചേർത്തിട്ട് വരുന്ന ഭാഗം. അതായത് ഇപ്പൊ നമ്മള് ലോറൻസ് കർവ് വരുന്ന ഭാഗത്ത് എ എന്നും, അതേപോലെ തന്നെ താഴത്തെ ലോറൻസ് കർവ് വരാത്ത കുറച്ച് ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗം നമ്മൾ യു ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ താഴത്തെ ഭാഗമല്ലേ, ആ ഭാഗത്ത് ബി എന്ന ഭാഗവും പറയുകയാണെങ്കിൽ നമ്മൾ ഗിനി കോഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എ എന്ന് പറയുന്നത് ലൈൻ ഓഫ് ഈക്വാളിറ്റിയും ലോറൻസ് കർവും തമ്മിൽ ഇടയിലുള്ള ഭാഗം ഡിവൈഡഡ് ബൈ എന്താണ് ലൈൻ ഓഫ് ഈക്വാലിറ്റിക്ക് മൊത്തമുള്ള ഭാഗം, അതായത് എ പ്ലസ് ബി വരുന്ന ഭാഗം. അപ്പം എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ആയിരിക്കും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഗിനി കോഫിഷ്യന്റ് കാൽക്കുലേറ്റ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലൈൻ ഓഫ് ഈക്വാളിറ്റിയും ഗിനി കോഫിഷ്യന്റ് ഇടയിൽ ആ വിഡ്ത്ത് ഞാൻ പറഞ്ഞില്ല, യു ഷേപ്പിൽ ഇങ്ങനെ വരക്കുമ്പോൾ കർവ് ഫോമിൽ വരക്കുമ്പോൾ ആ വിഡ്ത്തില്ലേ, അത് ഡിവൈഡഡ് ബൈ ലൈൻ ഓഫ് ഈക്വാലിറ്റിന്റെ മൊത്തം താഴെ വരുന്ന ഭാഗം. ഓക്കെ, അങ്ങനെയാണ് കാൽക്കുലേറ്റ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ 0ന് അടുത്താണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദർ ഈസ് എ പെർഫെക്റ്റ് ഈക്വാലിറ്റി എന്ന് പറയാൻ പറ്റും. ദെൻ നിയറസ്റ്റ് 100ന്റെ അടുത്ത് അല്ലെങ്കിൽ 1ന്റെ അടുത്താണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് റെപ്രസെന്റിങ് പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റി. ഓക്കെ, അങ്ങനെയാണ് ഗിനി കോഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ എന്താന്നുള്ളത്? ഐഡിയ കിട്ടിയോ? എന്താണെന്ന് കിട്ടിയോ? നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്ന് ഗിനി ലോറൻസ് കർവ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണെന്ന്. ലോറൻസ് കർവിന്റെ ആ ഒരു ഇമേജസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ ലോറൻസ് കർവിന്റെ ഇമേജസ് നോക്കുമ്പോൾ ലൈൻ ഓഫ് ഈക്വാലിറ്റി കാണിക്കും. ആ ലൈൻ ഓഫ് ഈക്വാലിറ്റിയും ഈ ലോറൻസ് കർവിന്റെ ഇടയിലുള്ള ഭാഗം ഉണ്ടായിരിക്കും. ആ ഒരു വിഡ്ത്ത് യു ഷേപ്പിൽ ഇങ്ങനെ വരക്കുന്ന സമയത്ത് ആ യുവിന്റെ ഉള്ളിൽ വരുന്ന ഭാഗമില്ലേ മേലെ ഇങ്ങനെ വരയുമ്പോൾ, അപ്പം ആ ഭാഗത്താണ് എന്താ പറയാ ലോറൻസ് കർവ് എന്ന് പറയുന്നത്. അത് ഡിവൈഡ് ബൈ ഈ ലൈൻ ഓഫ് ഈക്വാലിറ്റിക്ക് താഴെ വരുന്ന എല്ലാ ഭാഗവും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗിനി കോഫിഷ്യന്റ് അല്ലെങ്കിൽ ഗിനി ഇൻഡെക്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ നോക്കിയിട്ട് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും, ഓർ 0% 100%ന് ഇടയ്ക്കായിരിക്കും. ക്ലിയർ? നമ്മൾ അത് നമുക്ക് ലോറൻസ് കർവ് നോക്കിയാൽ തന്നെ കുറച്ച് നമുക്ക് വാല്യൂ കിട്ടൂല എന്നുള്ളൂ. ലോറൻസ് കർവ് നോക്കിയാൽ തന്നെ നമുക്ക് ഇനീക്വാളിറ്റി മെഷർ ചെയ്യാൻ പറ്റും. അതായത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിയറസ്റ്റ് ആണ് ഈ യുവിന്റെ വിഡ്ത്ത് കുറയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് ഈക്വാലിറ്റി ആണ് അവിടെ കൂടുതൽ. യുവിന്റെ വിഡ്ത്ത് കൂടുമ്പോൾ, അതായത് കർവിന്റെ വിഡ്ത്ത് നല്ലോണം കൂടുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അവിടെ ഇനീക്വാലിറ്റി ആണെന്ന്. ക്ലിയർ അല്ലേ? നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഫിഷ്യന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഏകദേശം ഫസ്റ്റ് മൊഡ്യൂൾ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ ഞാൻ ഒന്ന് സ്പീഡിലൊന്ന് പോവാം. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് നമുക്കറിയാൻ പറ്റും ലാർജ് പോപ്പുലേഷൻ ആണ് ഒരു ഇക്കോണമിയിലുള്ളതെങ്കിൽ, നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഇക്കോണമി ആണെങ്കിൽ ലാർജ് പോപ്പുലേഷൻ ആണ് ഇന്ത്യയിൽ ഉള്ളത് അല്ലെ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ്, അതൊരു ബേർഡൻ ആവാതെ അതിന് എന്ത് ചെയ്യുക, അതിന് പ്രോപ്പർ ഡയറക്ഷൻ ആൻഡ് സ്റ്റിമുലേറ്റിംഗ് പോളിസി ഫ്രെയിംവർക്ക് ദീസ് ഹ്യൂമൻ ഓർ പോപ്പുലേഷൻ മേ ബി as well as seen in the efficient determinant having a positive impact on economic growth. അതായത് ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ദി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് as to how to raise its standard become critical issue in economies drive to achieve a higher level of productivity and rises of countries competitive in the global area. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ പോലെയുള്ള കൺട്രിയിൽ പോപ്പുലേഷൻ ഹൈ ആയിരിക്കുന്ന ഒരു ഇക്കോണമിയിൽ ഈ പോപ്പുലേഷൻ ഒരു ബേർഡൻ ആക്കി എടുക്കാതെ അതിന് എന്താണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ എങ്ങനെയൊക്കെ ഇവരുടെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദിസ് പോപ്പുലേഷൻ വിൽ ബിക്കം ആൻ ആസറ്റ്, ഒരു ഇക്കോണമിയുടെ ഗ്രോത്തിനുള്ള ഒരു ആസറ്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് പോപ്പുലേഷൻ ഈസ് നോട്ട് എ ബേർഡൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓർ ഇറ്റ് ഈസ് എൻ ആസറ്റ് ഓഫ് ആൻ ഇക്കോണമിക് ഡെവലപ്മെന്റ്. ആ തരത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് പോളിസി മേക്കേഴ്സ് ഓൾവേസ്
give more importance on these policy decisions. അവർ മെയിനായിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, അവരെ ഇക്കോണമിയുടെ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ആക്കി വളർത്തുക, ഇക്കണോമിക് ഗ്രോത്തിന്റെ ഒരു മോട്ടിവേഷൻ ആക്കി വളർത്തണമെങ്കിൽ എന്താണ്, ഈ തരത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് പോളിസി മേക്കേഴ്സ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ തരത്തിലുള്ളതാണ് നമ്മൾ ഈ ഒരു ഇതിൽ, അതായത് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഹിയർ പോപ്പുലേഷൻ ഈസ് നോട്ട് എ ബേർഡൻ ഓർ ആൻ ആസെറ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പൊ അങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോളിസി മേക്കേഴ്സ് എന്തൊക്കെ ഡിസിഷൻസ് കൊണ്ടുവരണം ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓർ ഹ്യൂമൻ ബീങ്സ്, എസ്പെഷ്യലി ഇൻ ദി കേസ് ഓഫ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഓർ ദർ റേസിസ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ആ തരത്തിൽ എന്തൊക്കെയാണ് ഗവൺമെന്റ് കൊണ്ടുവരേണ്ടതെന്നും വാട്ട് ആർ ദി ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദി പോളിസി മേക്കേഴ്സ്, ആ തരത്തിലുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം പോളിസി മേക്കേഴ്സ് ഫെയിൽ ആവാതെ അത് സക്സസ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ആസെറ്റ്, ഹ്യൂമൻ ബീങ്സ് ഈസ് എൻ ആസെറ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഈ ഭാഗം നിങ്ങൾക്ക്, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന എന്താണ്, ഞാനൊരു ഷോർട്ടായിട്ടുള്ള ഒരു ഇത് മാത്രം തരാം, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന പാട്ട് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആസ് ഫാക്ടർ സർവീസസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് പോയിന്റ്സുകൾ പറയുന്നുണ്ട്. അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് ഡസ് contribute the economic growth and not insignificantly. Some of the important points to be considered from this point of view കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ആസ് എ ഫാക്ടർ സർവീസസ് പ്രൊവൈഡ് ലേബർ ആൻഡ്, നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഫാക്ടർ സർവീസസ് എന്നുള്ള രീതിയിൽ. ഫാക്ടർ സർവീസ് വൺ ഓഫ് ദി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, വൺ ഓഫ് ദി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹ്യൂമൻ ബീങ്സ്, ദാറ്റ് ഈസ് ലേബർ ഓർ എന്റർപ്രണർഷിപ്പ് അല്ലെ. അതിനെ രണ്ടിനെയും മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് മിനിമം സ്കെയിൽ, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ ആൻഡ് സേവിങ്, ക്യാപിറ്റൽ ഫോർമേഷൻ, അഗ്രികൾച്ചർ, ദെൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, ട്രേഡ് സ്പെഷ്യലൈസേഷൻ, ടെക്നോളജിക്കൽ ചേഞ്ചസ്, ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഫാക്ടർ സർവീസസ് ആയിട്ട് എടുക്കുക. അതായത് മിനിമം സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പോയിന്റ്സ് പറഞ്ഞതാണ്. മിനിമം സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഡെൻസിറ്റി ഓഫ് ലെവൽസ് ഇവർക്ക് കൊടുക്കുക. അതായത് ഇപ്പം റോഡ്സ്, ഡാംസ് അതൊക്കെ കൊണ്ടുവരുന്ന ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഒക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ തരത്തിൽ, അതായത് ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, ഡിവിഷൻ ഓഫ് ലേബർ അറിയാലോ. ഡിവിഷൻ ഓഫ് ലേബർ എന്നാൽ എക്സ്പേർട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് അവർക്ക് ആ ഒരു ജോലി കൊടുക്കുക എന്നുള്ള രീതിയിൽ. സ്കിൽ അറിയാലോ, ഡിവിഷൻ ഓഫ് ലേബർ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അതായത് ഇപ്പം ലേബർ വർക്കിനെ ഓരോ തരത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത്, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, സ്പെഷ്യലൈസ്ഡ് ആൾക്കാർക്ക് ആ തരത്തിലുള്ള ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാ ജോലിയും ഒരാൾ ചെയ്യാതെ ഓരോ ജോലിയിലും ഓരോ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവന്നിട്ട് ഓരോ വർക്ക്. ഇപ്പൊ നിങ്ങൾക്ക് കോളേജിലാണെങ്കിൽ എന്താണ്, എല്ലാ സബ്ജക്റ്റും ഒരാളല്ല എടുക്കുന്നത്, ഓരോന്നിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഓരോ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത്. ആ തരത്തിലാകുമ്പം എഫിഷ്യൻസി കൂടുന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട്. ഓക്കെ, അങ്ങനെ ആ തരത്തിൽ ഡിവിഷൻ ഓഫ് ലേബറും സ്കെയിൽ ഓഫ് ഇക്കോണമീസ് എന്നുള്ള രീതിയിൽ ആ പോപ്പുലേഷനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് പ്രൊഡക്ടിവിറ്റിയിൽ, ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത്. അതാണ് മിനിമം സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, അതായത് ഹ്യൂമൻ റിസോഴ്സിനെ ഒരു ഫാക്ടർ സർവീസ് ആയിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് നമ്മളിവിടെ നോക്കുന്നത്. സോ മിനിമം സ്കെയിൽ മീൻസ് ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവന്നിട്ട് എന്താണ്, റേസ് ദി പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ദെൻ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ ആൻഡ് സേവിങ്സ്. അതായത് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ ഉദ്ദേശിക്കുന്നത് ഹൈ പ്രപ്പോർഷൻ ഓഫ് യങ് ഡിപ്പെൻഡൻസ് ഉണ്ടായിരിക്കില്ല. അതായത് ഒരു നമുക്ക് ഇക്കണോമിക് ഡിവിഡൻഡ് പഠിക്കാണ്ട് ഇക്കണോമിക് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാണ്ട്. ഡെമോഗ്രഫിക് ഡിവിഡൻഡും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഏജ് ഗ്രൂപ്പിനെ ആക്കി മാറ്റുക. ബിലോ 14, ദെൻ 15 to 59, ദെൻ 60+. നമ്മളന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നുണ്ട്. അതായത് ബിലോ 40 അല്ല, നിങ്ങൾക്കല്ല, ബിലോ 14 എന്ന് പറയുന്നത് ചൈൽഡ് ഒക്കെ വരുന്നത്, ചിൽഡ്രൻ. ദെൻ 15 to 59 അതാണ് നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ്. ഓക്കെ, ലേബർ ഗ്രൂപ്പ്, ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ 60+ എന്ന് പറയുമ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഈ രണ്ട് പേര് ഇതിൽ ഡിപ്പെൻഡന്റ് ആണ്, രണ്ട് ഏജ് ഗ്രൂപ്പ് ഇവിടെ ഡിപ്പെൻഡന്റ് ആണ്. ആരൊക്കെയാണ്? ബിലോ 14ഉം അതേപോലെ തന്നെ 60+ഉം അവർ ഡിപ്പെൻഡന്റ് ആണ്. ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു 15 to 59 ഉള്ള ആ ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് എപ്പോഴും അതായത്
ഈ 15 to 59 ഏജുള്ള ആൾക്കാർ അതായത് ലേബർ ഫോഴ്സ് ഒരു ഇക്കോണമിയിൽ കൂടുതലാണെങ്കിൽ കമ്പയർ ടു ദീസ് ഡിപ്പെൻഡന്റ് മീൻസ് ചിൽഡ്രൻ ആൻഡ് ഓൾഡ് പീപ്പിൾ, അവരെക്കാളും കൂടുതൽ എന്താണ് വർക്കിംഗ് പീപ്പിൾ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഇക്കോണമി ക്യാൻ സക്സസ് വെരി ഈസിലി. ഓക്കെ, ആ തരത്തിലാണ് പറയുന്നത്. കാരണം ഡിപ്പെൻഡൻസ് കുറവാണ്, ഇവരാണ് കൂടുതലുള്ളത്, യങ്സ്റ്റേഴ്സ് ആണ് കൂടുതലുള്ളത്, അങ്ങനെയാണെങ്കിൽ ആ തരത്തിലുള്ളത്. അപ്പൊ ആ റേഷ്യോസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുള്ള കേസിൽ പറയുന്നത്. അപ്പോൾ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആൻഡ് സേവിങ് ആണ് നമ്മളിവിടെ പറയുന്നത്. അതായത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഹാവ് പോപ്പുലേഷൻ വിത്ത് എ ഹൈ പ്രപ്പോർഷൻ ഓഫ് യങ് ഡിപ്പെൻഡൻസ്. അല്ലെ, അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിലാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ എന്താണ് കുട്ടികൾ കൂടുതൽ, അതേപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരുടെ മരണനിരക്ക് കുറവ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ ഉണ്ടായത്. അപ്പൊ എന്താ, ചൈൽഡ് ഡിപ്പെൻഡൻസി റേഷ്യോ ഈസ് വെരി ഹൈ. Population consists of a relatively large number of dependents. As a result, consumption will be high relative to ഏർണിങ്സ്. അല്ലെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇക്കോണമിയിൽ. ഡിപ്പെൻഡൻസ് കൂടുതലല്ല, അപ്പൊ അവരെയൊക്കെ നോക്കേണ്ട ഒരു ആവശ്യം, ചിൽഡ്രനെ ആണെങ്കിലും പ്രായമുള്ള ആൾക്കാരെ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ വർക്കിംഗ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് കൊണ്ട് തന്നെ കൺസംഷൻ ഈസ് മോർ ആയിരിക്കും കമ്പയർഡ് ടു സേവിങ്. കൺസംഷൻ കഴിച്ചിട്ട് ബാക്കിയല്ലേ നമ്മൾ സേവ് ചെയ്യുന്നത്. സോ കൺസംഷൻ കൂടുതലായിരിക്കും, സേവിങ് ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് പോകും. സോ എന്താണ്, ഡ്യൂറിംഗ് ദി ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ദി നമ്പർ ഓഫ് വർക്കേഴ്സ് റൈസസ് റിലേറ്റീവ് ടു കൺസ്യൂമേഴ്സ്, ഇൻകം റൈസസ് റിലേറ്റീവ് ടു കൺസംഷൻ ആൻഡ് സേവിങ് ഇൻക്രീസ്. അതേസമയം എന്താണ്, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ സംഭവിക്കുന്നത്, അതായത് നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് കമ്പയർ ടു ഡിപ്പെൻഡന്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ കൺസംഷൻ പേർപ്പസിന് വേണ്ടി ഇൻകം റൈസ് ചെയ്യുമ്പോൾ കൺസംഷൻ പേർപ്പസിന്റെ കുറയും, അത് കൂടുതലും ഏതിലേക്ക് പോവുകയും സേവിങ്ങിലേക്ക് പോവുകയും ചെയ്യാണ് ചെയ്യുന്നത്. അത് ഇക്കോണമിക്ക് ബെനിഫിറ്റ് ആണ്. അതാണ് ഹ്യൂമൻ റിസോഴ്സസ് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നത്. ദെൻ ക്യാപിറ്റൽ ഫോർമേഷൻ അഗ്രികൾച്ചറിൽ നമുക്കറിയാം നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ലേബർ ഇന്റൻസീവ് ആണ്. സോ പല ആവശ്യങ്ങൾക്ക് ലാൻഡിൻ്റെത്, ഇറിഗേഷന്, അത് നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ, അങ്ങനത്തെ വർക്കിനൊക്കെ എന്താണ് പോപ്പുലേഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹ്യൂമൻ റിസോഴ്സിനെയാണ് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്തായിരിക്കും, ആ തരത്തിലൊരു ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് കൊണ്ടുവരുന്നതല്ലേ, ലേബർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് കൊണ്ടുവരുന്ന അഗ്രികൾച്ചർ ഫീൽഡ് എങ്കിൽ ഇറ്റ് വിൽ ബി മോർ ബെനിഫിഷ്യൽ, ഓർ ലേബേഴ്സിന് ഹ്യൂമൻ ആസെറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, ഹയർ ഡിപ്പെൻഡൻസി റേഷ്യോസ് ഗോ അലോങ് വിത്ത് ദി റൈസിംഗ് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ദിസ് മേ അഫക്ട് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ടേംസ് ഓഫ് ഹൗ അവേഴ്സ് വർക്ക്ഡ്, എൻട്രി ആൻഡ് റിട്ടയർമെന്റ് ഏജസ് ആൻഡ് വുമൺ എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് ഹൗസ്. അപ്പം ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു കേസ്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വുമണ്ണെ അടക്കം എന്താണ് കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. വുമണ്ണെ അടക്കം വർക്ക് ഫോഴ്സ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വുമൺ എംപവർമെന്റ് മെഷേഴ്സും ഒക്കെ കൊണ്ടുവരുന്നത് നിങ്ങൾ കേട്ടില്ലേ, ആ തരത്തിലുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ട്രേഡ് സ്പെഷ്യലൈസേഷൻ. ട്രേഡ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ HO തിയറി പഠിച്ചില്ലേ, ഹെക്ചർ അഫ്ലിൻ തിയറി. എന്തായിരുന്നു ഹെക്ചർ അഫ്ലിൻ തിയറി പറഞ്ഞത്, ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലൈസസ് ആൻഡ് എക്സ്പോർട്ട് ഗുഡ്സ് റിലേറ്റീവ്ലി ലാർജ് എമൗണ്ട് ഓഫ് ഇറ്റ്സ് അബാണ്ടൻസ് ഫാക്ടർ. അതായത് ഏത് ഫാക്ടറാണോ ഒരു ഇക്കോണമിയിലെ അബാണ്ടന്റ് ആയിട്ടുള്ള കൂടുതലായിരിക്കുന്നത്, ആ ഫാക്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ആ കൺട്രി എക്സ്പോർട്ട് ചെയ്യുന്നതെന്നും, ഏത് ഫാക്ടറാണോ ഒരു ഇക്കോണമിയിൽ സ്കേഴ്സ് ആയിട്ടുള്ളത് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, ആ ഫാക്ടറി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഡക്റ്റ് അവർ ഇമ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഹെക്ചർ ഓഫ്ലിൻ തിയറി എന്ന് പറഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇന്റർനാഷണൽ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ആ തരത്തിലൊരു ട്രേഡ് സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരിക എന്നതാണ് നമ്മൾ പറയുന്നത്. അതായത് ഇന്ത്യയെ പോലുള്ള കൺട്രി ആണെങ്കിൽ ലേബർ ഇന്റൻസീവ് ടെക്നിക്സ് ആണ് അവർ ഉപയോഗിച്ചുണ്ടാക്കുന്നത്. അതുകൊണ്ട് ലേബർ ഇന്റൻസീവ് ടെക്നോളജി ഉപയോഗിച്ചുള്ള പ്രോഡക്ട്സ് ആയിരിക്കും ദേ വിൽ എക്സ്പോർട്ട്. സോ ഇന്ത്യയിൽ അതിന് പ്രൊമോട്ട് ചെയ്യാം. അതേസമയം ക്യാപിറ്റൽ ഇന്റൻസീവിന് ഇവിടെ സ്കേഴ്സ് ആണ്, അപ്പോൾ സ്കേഴ്സ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും അവർക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം അബാണ്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണെങ്കിൽ എന്താണ്, ആ ഫാക്ടർ ഇൻകം കുറവായിരിക്കും, അതുകൊണ്ട് പ്രോഡക്റ്റിന്റെ പ്രൈസും കുറവായിരിക്കും. അതുകൊണ്ട് പ്രോഡക്റ്റിന്റെ പ്രൈസ് കുറവുള്ള സാധനം അവർക്ക് എക്സ്പോർട്ട് ചെയ്താൽ മതിയായിരിക്കും. പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇവിടെ കൂടുതലാണെങ്കിൽ അതെവിടെയാണോ അബാണ്ടന്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ട്രേഡ് സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരിക ബേസ്ഡ് ഓൺ ദി, അതായത് ട്രേഡ് സ്പെഷ്യലൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി HO തിയറി ഓർ HO മോഡൽ ഓഫ് ട്രേഡ് ഓർ ഹെക്ചർ ഓഫ്ലിൻ മോഡൽ ഓഫ് ട്രേഡ്. ദെൻ ടെക്നോളജിക്കൽ ചേഞ്ചസ്. ഇവിടെ നമ്മൾ പറയുന്ന ടെക്നോളജിക്കൽ ചേഞ്ചസ് ആണ്. ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പം എന്താണ്,
ഓരോ ടെക്നോളജി വരുന്നതിനനുസരിച്ചും ജനങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. അതിപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും ജനങ്ങളിൽ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ കൂടുതൽ ആക്റ്റീവ് ആക്കി എടുക്കാം. അങ്ങനെ ആ തരത്തിലൊരു ഹ്യൂമൻ റിസോഴ്സസ് ഫാക്ടർ സർവീസ് എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളത് അതിൻ്റെ പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മിനിമം സ്കെയിൽ. മിനിമം സ്കെയിൽ എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ വെച്ചിട്ട്, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുമ്പം വർക്കേഴ്സ് കൂടുതലുള്ള ആ ഒരു ഇത്, ദെൻ ആ ഒരു ഡിപ്പെൻഡൻസ് കുറവുള്ളത്. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ഇന്റൻസീവ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അഗ്രികൾച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള അതിൽ ലേബറിനെ കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളത്. ദെൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ലേബർ ഫോഴ്സിൽ വുമണിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ ഇതാക്കുക എന്നുള്ളത് കൂടുതൽ. ദെൻ ട്രേഡ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഹെക്ചറോക്ലിൻ മോഡൽ ഓഫ് ട്രേഡ് ഫോളോ ചെയ്യുക എന്നുള്ളത്. ദെൻ ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഏത് ടെക്നോളജി ആണോ അത് പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ടാലന്റഡ് ആക്കുക എന്നുള്ളത്. ഓക്കെ, ആ തരത്തിലാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഹ്യൂമൻ റിസോഴ്സസ് ഒരു ഫാക്ടർ സർവീസ് എന്ന രീതിയിലാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് സിഗ്നിഫിക്കൻസ് ആണ്, അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതിലും. അതായത് ഓരോ അതായത് എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോമായിട്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നോക്കാനുള്ള HDI ആണ്. HDI ചിലപ്പം ഷോർട്ട് നോട്ടിനൊക്കെ ചോദിക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഓർ HDI. വാട്ട് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് ചോദിക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ സ്കോർ ഓഫ് കേരള വാസ് വെരി ഹൈ സ്കോറാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ നമ്മൾ പല കാര്യങ്ങളും നോക്കും. അതായത് അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അങ്ങനത്തെ ഒക്കെ നോക്കും. കേരളത്തിലെ ഇതിൽ നമ്മൾ കേരള മോഡൽ ഡെവലപ്മെന്റ് പഠിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഹൈ സ്കോറാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതൊക്കെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ലോ റേറ്റ് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം അറ്റ് ദി സെയിം ടൈം HDI ഇൻഡെക്സ് ഈസ് വെരി ഹൈ ഇൻ കേരള. കാരണം എന്താണ്, കേരളത്തിൽ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കൂടുതലാണ് അല്ലേ. 75 ആണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പറയുന്നത് അല്ലേ. ഏജ് 75 ഇയേഴ്സും ലേഡീസ് 78 വരെയൊക്കെ പറയുന്നുണ്ട്. അത് ഓൾ ഇന്ത്യ ആവറേജ് 69 ഓർ 65 ഒക്കെയാണ് ഓൾ ഇന്ത്യയിൽ പറയുന്നത്. അറ്റ് ദി സെയിം ടൈം കേരളാസ് ലൈഫ് എക്സ്പെക്റ്റൻസി ഈസ് വെരി ഹൈ. ലൈഫ് എക്സ്പീരിയൻസ് മീൻസ് ആയുർദൈർഘ്യം. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ്. നമ്മുടെ എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് ഓർ ലിറ്ററസി റേറ്റ് ഈസ് വെരി ഹൈ. 94% ആണ് കേരളത്തിലെ ലിറ്ററസി റേറ്റ് വരുന്നത് അല്ലേ. അപ്പൊ ആ തരത്തിൽ എന്താണ് കേരള അതിലും ഭയങ്കര ഹൈ ആയിട്ടാണ് കാണപ്പെടുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്റെ കേസിലും GDP പെർ ക്യാപിറ്റ അത് നോക്കുമ്പോൾ ഹൈ ലെവലാണ്. ജെൻഡർ ഇനീക്വാളിറ്റി ഒക്കെ കുറച്ച് കുറവാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഏറ്റവും നല്ലൊരു ഡെവലപ്മെന്റ് ആണ് കേരളത്തിനുള്ളത്. അത് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിസോഴ്സ് ഇൻഡെക്സിൽ ഹൈ ലെവലാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതായത് HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. വാട്ട് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഇതാണ് ചോദിക്കുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഹാസ് ഡെവലപ്ഡ് എ കോമ്പോസിറ്റ് ഇൻഡെക്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് നോൺ ആസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതായത് ഓരോ കൺട്രിയിലെയും ജനങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സിന്റെ ഡെവലപ്മെന്റ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഐക്യരാഷ്ട്ര സഭയുടെ സംഘടന, അത് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓരോ കൺട്രിയുടെയും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു HDI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡെക്സ് കൊണ്ടുവന്നു, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. വാട്ട് ആർ ദി indicators of this HDI? First one is longevity, LONGEVITY. Longevity means it is measured by life expectancy at birth. Okay, life expectancy ഇപ്പോൾ 75 years എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലെ ലോങ്ങിറ്റിവിറ്റി ഒന്നാമത്തത് ഇൻഡെക്സ്, അതായത് ഇൻഡിക്കേറ്റേഴ്സ് ലോങ്ങിറ്റിവിറ്റി. രണ്ടാമത്തെ എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ് ഓർ ലിറ്ററസി, അഡൽട്ട് ലിറ്ററസി. ഓക്കെ, educational attainment as measured by combinations of adult literacy and combined primary, secondary and tertiary enrollment ratios. അതായത് ഓരോരുത്തരുടെയും, അതായത് പ്രൈമറിയിൽ എത്ര പറയുന്നത് നമുക്കറിയാം, 15 വയസ്സ് വരെ കമ്പൽസറി എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം അത് സെക്കൻഡറി ലെവലിൽ എത്രമാത്രം എൻറോൾമെന്റ് നടത്തുന്നുണ്ട്, ടെർഷറി മീൻസ് ഹയർ സ്റ്റഡീസിൽ എത്രമാത്രം എൻറോൾമെന്റ് നടത്തുന്നുണ്ട്, കുട്ടികളൊക്കെ അത്രയുണ്ട്, എത്രമാത്രം അതിൽ പഠിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ ഒക്കെ വളരെ ഹൈ ആണെന്നറിയാം. അതൊക്കെ കൊണ്ടാണ്
കൂടുതൽ ഇൻഡെക്സിൽ സ്കോർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം രണ്ടാമത്തതാണ് എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ്. എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് നമ്മൾ രണ്ട് കേസ് നോക്കുന്നുണ്ട്. മെഷേർഡ് ബൈ കോമ്പിനേഷൻ അഡൽട്സ് ലിറ്ററസി, അതിനൊരു 2/3 വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു മൂന്നില് രണ്ട് വെയിറ്റ് കൊടുത്തിട്ടുള്ളത് കോമ്പിനേഷൻ അത് എന്തിനാണ്, അഡൽട്ട് ലിറ്ററസിക്കാണ്. പിന്നെ ബാക്കിയുള്ളത് ഒരു വെയിറ്റ് ഏതിന് കൊടുത്തിട്ടുണ്ട്, കമ്പൈൻഡ് അതായത് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എൻറോൾമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ വരെ എത്ര പേര് എൻറോൾ ചെയ്യുന്നുണ്ട് അതിന്റെ റേഷ്യോക്ക് 1/3 വെയിറ്റും കൊടുത്തിട്ടുണ്ട്. അതാണ് എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ. ആൻഡ് തേർഡ് ഇൻഡിക്കേറ്റർ ഈസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഈസ് മെഷേർഡ് ബൈ റിയൽ GDP പെർ ക്യാപിറ്റ. GDP പെർ ക്യാപിറ്റ നോക്കിയിട്ടാണ് അത് നോക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ അഡ്ജസ്റ്റഡ്, അതായത് ജെൻഡർ ഇൻഈക്വാളിറ്റി, അതായത് ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അതുകൂടി നമ്മൾ നോക്കിയെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. അപ്പം വാട്ട് ആർ ദി 3 ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്? ഫസ്റ്റ് വൺ ഇസ് ദി ലോങ്ങിറ്റിവിറ്റി based on life expectancy. Second one, education attainment measured a combination of adult literacy. That adult literacy gave 2/3 weight. Then and or combined primary, secondary, and tertiary enrollment ratios that give 1/3 weight. Okay. Then third one is the standard of living, that is measured by real GDP per capita and ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ് GDI. ഓക്കെ, ഇതാണ് 3 ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് HDI. ക്ലിയർ ആയല്ലോ? HDI എന്തിനാ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന്, ഓരോ ഇക്കോണമിയിലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇതിൽ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് പണ്ട് അതേപോലെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡും ഞാൻ നേരത്തെ എടുക്കാൻ പണ്ട് ആ ഒരു ഡിഫറെന്റ് ഏജ് സെക്ഷനിലാക്കി മാറ്റിയിട്ടുള്ളതല്ലേ, അത് ഞാൻ അത് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഓഫ് ഇന്ത്യ ആണ്. ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ, ഏരിയ, ലേബർ ഫോഴ്സ്, GDP, അതേപോലെ തന്നെ പെർ ക്യാപിറ്റ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതിൽ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ ലൈഫ് എക്സ്പെക്ടൻസി, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഏജ് കോമ്പോസിഷൻ, സെക്സ് കോമ്പോസിഷൻ, ദെൻ റൂറൽ അർബൻ ഡിസ്ട്രിബ്യൂഷൻ, ലിറ്ററസി, ഇതൊക്കെ നോക്കിയിട്ട് ഡെമോഗ്രാഫിക് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ മൊത്തം ഇന്ത്യയെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മൊത്തം ഇന്ത്യയെ കുറിച്ചുള്ള കാര്യങ്ങൾ. എന്തൊക്കെ? സൈസ് ഓഫ് പോപ്പുലേഷൻ, ദെൻ ഏരിയ, ലേബർ ഫോഴ്സ്, GDP, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, then growth of population, life expectancy, then infant mortality rate. Infant mortality rate എന്ന് പറയുന്നത് എന്താ പറയാ, ശിശുമരണ നിരക്കാണ്. ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് കുട്ടികൾ, അതായത് എന്താ പറയാ, ഇപ്പം 1000 കുട്ടികൾ ജനിക്കുമ്പോൾ എത്ര കുട്ടികൾ മരണപ്പെടുന്നത്, ഇപ്പം 5 വയസ്സിന് താഴെയുള്ള അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് നമ്മൾ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ള. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ എത്ര കുട്ടികൾ മരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിൽ ഒരു 44 എങ്കിലും വരുന്നുണ്ട്, വരുന്നുണ്ട്. കേരളത്തിൽ അത് 12 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. അതായത് ഡെമോഗ്രാഫിക് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ മൊത്തം എല്ലാം നോക്കും. പിന്നെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ആ ഒരു ഏരിയയിൽ ഒരു സ്ക്വയർ, അത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്രമാത്രം ആൾക്കാർ താമസിക്കുന്നു എന്നുള്ളതാണ്. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ ഓഫ് ലാൻഡ് ഏരിയ, അതാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ ഓഫ് ലാൻഡ് ഏരിയ. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഏജ് കോമ്പോസിഷൻ. ഏജ് കോമ്പോസിഷൻ ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ലേ, ഓരോ ഡിഫറെൻറ്റ് 0 to 50, 14, 15 to 59 അങ്ങനത്തെ അതിൽ എത്രമാത്രം ആൾക്കാരുണ്ടെന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും, സർവേ ഒക്കെ എടുക്കാൻ വരുന്നത് ചെറിയ കുട്ടികൾ, അതായത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സർവേ എടുക്കാം. നാഷണൽ NSS ആണ് എടുക്കുന്നത്, ആ തരത്തിലെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് എന്ത് നോക്കാം, ഡിപ്പെൻഡൻസി എത്രയാണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ സെക്സ് കോമ്പോസിഷൻ ആണ്, അത് ഇത്ര കുട്ടികൾക്ക്, ഇത്ര ആൺകുട്ടികൾക്ക്, എത്ര പെൺകുട്ടികൾ. കേരളത്തിൽ നമുക്കറിയാം എന്താണ് കൂടുതൽ വരുന്നത്, നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ.
1054 സ്ത്രീകൾ 1000 പുരുഷന്മാർക്ക് അങ്ങനെയൊക്കെ വരുന്നില്ല. അതാണ് റേഷ്യോസ് നോക്കുന്നത്. ദെൻ റൂറൽ അർബൻ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, എത്ര ഏരിയയിൽ റൂറൽ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് അർബൻ പോപ്പുലേഷൻ ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്, പെർസെൻറ്റേജ് ഓഫ് റൂറൽ പോപ്പുലേഷൻ ടു ദി ടോട്ടൽ പോപ്പുലേഷൻ, അങ്ങനെ ആ തരത്തിൽ. പിന്നെ നമ്മുടെ ലിറ്ററസി റേറ്റുമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ കേസിൽ നോക്കുന്നത്. ഡെമോഗ്രഫിക് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട്, പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ മൊത്തം നോക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ അത്? ഇനി കോസസ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ഇൻക്രീസ് ചെയ്യാനുള്ള കാരണങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഹൈ ബർത്ത് റേറ്റ്, അതേപോലെ തന്നെ റൈസസ് ഇൻ ദി നാച്ചുറൽ ഫെർട്ടിലിറ്റി, ഡിക്ലൈനിങ് ഡെത്ത് റേറ്റ്, അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് കുറേ പോയിന്റ്സ്, അത് പഠിക്കാണ്ട് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ജസ്റ്റ് പിന്നെ പോപ്പുലേഷൻ പോളിസി ഉണ്ട്, ഇന്ത്യയിലുള്ള കുറേ പോപ്പുലേഷൻ പോളിസി ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണേ. വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. പോപ്പുലേഷൻ പോളിസീസ്, കുറേ പോളിസീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പോപ്പുലേഷൻ പോളിസീസും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഡയഗ്രമൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയാൽ അത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതായത് ഇൻകം പെർ ക്യാപിറ്റും അതേപോലെ തന്നെ ഫെർട്ടിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട്, പോപ്പുലേഷൻ പ്രോബ്ലം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക കൊണ്ടുവന്നിട്ടുള്ള പോളിസീസ്, അതെ പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ദെൻ കമ്പോണന്റ് ഓഫ് പോപ്പുലേഷൻ പോളിസി എന്ന് പറഞ്ഞിട്ട്, അതായത് ഇൻക്രീസസ് ദി റേറ്റ് ഓഫ് എംപ്ലോയ്മെന്റ് ബൈ സച്ച് ഫിഗർ. അതായത് ഇവിടെ നമ്മൾ നോക്കുന്നത് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അതിൽ തന്നെ വർക്കിംഗ് പോപ്പുലേഷനെ എങ്ങനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് കമ്പോണന്റ് ഓഫ് പോപ്പുലേഷൻ പോളിസി എന്നുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ റെമഡീസ് എന്തൊക്കെയാണെന്ന്, അതായത് ലിമിറ്റിംഗ് ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ടു ബി ബോൺ ടു എ കപ്പിൾ ടു 1 or 2 എന്നുള്ള രീതിയിൽ, ഡിറ്റർമിൻ ദി സ്പേസിംഗ് ഓഫ് ചിൽഡ്രൻ, കുട്ടികൾ തമ്മിലുള്ള കാലയളവ്, ഏജ് ഗ്യാപ്പ് കൂട്ടുക എന്നുള്ളത്, അതൊക്കെയാണ് നമ്മൾ റെമഡീസ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പോപ്പുലേഷൻ ഗ്രോത്ത് ക്യാൻ ബി കണ്ടെയ്ൻഡ് ഓൺലി ബൈ ഫെർട്ടിലിറ്റി റിഡക്ഷൻ, popularly known as adoption of family planning. Family planning implies two things. First one is the limiting the number of children to be born to a കപ്പിൾ ടു 1 or 2, രണ്ട് കുട്ടികൾ, ഒന്നോ രണ്ടോ കുട്ടികൾ എന്നുള്ള രീതിയിലും, അതേപോലെ തന്നെ കുട്ടികൾ തമ്മിലുള്ള ഏജിന്റെ സ്പേസിങ് കൂട്ടുക എന്നുള്ളത്, അത് പോപ്പുലേഷൻ ഫാമിലി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. റെമഡീസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്നുള്ളത്, ഗ്രോത്ത് കുറക്കുക. ഓക്കെ, ദെൻ പോപ്പുലേഷൻ കൺട്രോൾ ആൻഡ് പോളിസി എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഡിലേഡ് മാരേജ്, അറേഞ്ച്മെന്റ്, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, പിന്നെ അതേപോലെ തന്നെ ഫീമെയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, എംപ്ലോയ്മെന്റ് അവർക്ക് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അവരുടെ ഹെൽത്ത് സർവീസസ് കൊണ്ടുവരിക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കുറേ പോളിസി ആക്കി. ഇപ്പം നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000 പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. തിയററ്റിക്കൽ ആയിട്ടൊന്നും പറയാനില്ല, വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കും. കഥ പോലെ വായിച്ചു നോക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ, അത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നോളജ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോളജ്, ഇത് നാച്ചുറൽ റിസോഴ്സ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട്, നാച്ചുറൽ റിസോഴ്സ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ട്. അത് ലാൻഡ് സോയിലിനെ കുറിച്ചിട്ടൊക്കെയാണ്. അതും ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഓരോ സോയിലിന്റെ ടൈപ്പും അങ്ങനത്തെ ഒക്കെയാണ്, ലാറ്ററേറ്റ് അങ്ങനത്തെ ഒക്കെ അല്ലേ, ജസ്റ്റ് എന്താണെന്ന് മാത്രം പറയാം. പിന്നെ വാട്ടർ റിസോഴ്സ്, അതായത് ഇവിടുത്തെ റിസോഴ്സസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മളിവിടെ പറയുമ്പം ദി അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ദർ യൂട്ടിലൈസേഷൻ ആൻഡ് ദി കപ്പാസിറ്റി ടു മൊബിലൈസ് മോർ റിസോഴ്സസ് ഡിറ്റർമിൻ ആൻ ഇക്കോണമീസ് എബിലിറ്റി ടു ഓവർകം ദി വേരിയസ് പ്രോബ്ലംസ്. അതായത് റിസോഴ്സസ്, ഒരു ഇക്കോണമിയിലെ റിസോഴ്സസ് ഏതൊക്കെയാണ്, നാച്ചുറൽ റിസോഴ്സ്, ഹ്യൂമൻ, ഫിനാൻഷ്യൽ, വാട്ടർ, അങ്ങനെയല്ല. ഒരു ഇക്കോണമിയിലുള്ള അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ, അതിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിലും അതിന്റെ ഇംപ്രൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇക്കോണമിന്റെ ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. ഓക്കെ, നമ്മളതില് ഫസ്റ്റ് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയേണ്ടത് എന്തൊക്കെയാണെന്നുള്ള, നമ്മുടെ സോയിലിനെ കുറിച്ചിട്ടും, ദെൻ ലാൻഡ് യൂട്ടിലൈസേഷൻ, ദെൻ വാട്ടർ റിസോഴ്സസ്, വാട്ടർ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നും അതിന്റെ ഭാഗമായിട്ട് വാട്ടർ പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ വൺ മോർ ഇമ്പോർട്ടന്റ് റിസോഴ്സ് ഓഫ് അവർ ഇക്കോണമി ഇസ് ദി ഫോറസ്റ്റ്. വാട്ട് ആർ ദി ബെനിഫിറ്റ് ഓഫ് ഫോറസ്റ്റ്, ദെൻ പ്രസന്റ് പൊസിഷൻ ഓഫ് ഫോറസ്റ്റ്, വാട്ട് ആർ ദി നാഷണൽ ഫോറസ്റ്റ് പോളിസീസ്, ദെൻ പോളിസി 1988,
ദെൻ നാഷണൽ ഫോറസ്ട്രി ആക്ഷൻസ്, അതായത് NFAP എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഫോറസ്ട്രി ആക്ഷൻ പ്ലാൻ. ഓക്കെ, അതൊക്കെയാണ്. പിന്നെ നമ്മുടെ മറ്റൊരു റിസോഴ്സ് ആണ് മിനറൽ റിസോഴ്സസ്, ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് മിനറൽസ്, ദെൻ ഫീച്ചേഴ്സ് ഓഫ് മിനറൽസ്, ഇന്ത്യൻ മിനറൽസിന്റെ ഫീച്ചേഴ്സ്, ദെൻ നാഷണൽ മിനറൽ പോളിസി 1993, ദെൻ ന്യൂ മിനറൽ പോളിസി 2008, അങ്ങനെയൊക്കെ കാണാം. പിന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആണ് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി മീൻസ് നമ്മുടെ എന്താ പറയാ, വൈവിധ്യവൽക്കരണം അല്ലെ, അല്ല എന്താ പറയാ അതിന്, കുറെ വരുന്നില്ല, ഇപ്പം ഫിഷ്, അതുപോലെ തന്നെ പ്ലാന്റ്സ്, അങ്ങനത്തെ ഒക്കെ വരുന്നില്ല ബയോഡൈവേഴ്സിറ്റി എന്നല്ലേ. ആംബിബിയൻസ്, റെപ്റ്റൈൽസ്, അങ്ങനത്തെ ഒക്കെ വരുന്ന സംഭവം, ബേർഡ്സ്, അതൊക്കെ വരുന്ന അങ്ങനത്തെ. ഇത്ര മാമൽസ് ഉണ്ട്, ഇത്ര ബേർഡ്സ്, അതുപോലെ തന്നെ ഇത്ര റെപ്റ്റൈൽസ്, ഇപ്പം ആംബിബിയൻസ് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു സംഭവമില്ല ബയോഡൈവേഴ്സിറ്റി. അവര് നമ്മുടെ, അതായത് ഇന്ത്യ കണ്ടെയ്ൻസ് എ ഗ്രേറ്റ് വെൽത്ത് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് വെറ്റ്ലാൻഡ് ആൻഡ് ഇൻ ദി മെറൈൻ ഏരിയാസ്. അതായത് ഇപ്പം നമ്മൾ പറയുമ്പോൾ ഏകദേശം 350 സ്പീഷീസ് ഓഫ് മാമൽസ് അങ്ങനെ പറഞ്ഞിരുന്നു, ഓരോ ഇത്ര കേസുകളാണ്. അതിന്റെ ബേസിൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002, ദെൻ വാട്ട് ഈസ് എൻവയോൺമെന്റ്, ദെൻ എൻവയോൺമെന്റ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് നെക്സ്റ്റ് പാർട്ട്. എൻവയോൺമെന്റ് എന്താണെന്ന്, അതായത് എൻവയോൺമെന്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റും, എൻവയോൺമെന്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദി അഗ്രിഗേറ്റ്സ് ഓഫ് all the external conditions and the influences affecting the life and development of an organism അല്ലെ. ഒരു ഓർഗനിസത്തിന്റെ ഡെവലപ്മെന്റും അതിന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്റ്റേണൽ കണ്ടീഷൻസിന്റെ ഒരു ടോട്ടലാണ് നമ്മൾ എൻവയോൺമെന്റ് എന്നുള്ള കേസ് പറയുന്നത് അല്ലെ. അതിൽ എന്തൊക്കെ വരുന്നുണ്ട് നമുക്കറിയാം. ഇറ്റ് കംപ്രൈസസ് ദി ഹോൾ റേഞ്ചസ് ഓഫ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് as acting on an organism of both the physical and the biological forces of natural surroundings, the human individuals, all living beings are part of a balanced and interacting ecosystems. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതായത് എന്തൊക്കെയാണെന്നില്ല, അതും ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാനുള്ളതേ ഉള്ളൂ, തിയററ്റിക്കൽ ആയിട്ടുള്ള ഒന്നുമില്ല. അതിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ നാഷണൽ എൻവയോൺമെന്റ് പോളിസീസും, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് that ensures the future requirements of natural resources that will not go unsatisfied due to over exploitation of resources in the present. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ദാറ്റ് എൻഷുവേഴ്സ് ദി ഫ്യൂച്ചർ റിക്വയർമെന്റ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സ്. നാച്ചുറൽ റിസോഴ്സസിന്റെ ഉപയോഗം ആർക്കും കൂടി കിട്ടണം, ഫ്യൂച്ചറിന്റെ ആവശ്യങ്ങൾ, ഫ്യൂച്ചറിൽ വരുന്ന ജനറേഷന് കൂടി കിട്ടണം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് പ്രസന്റ്ലി ആ റിസോഴ്സ് കൂടുതൽ നശിപ്പിക്കാൻ പാടില്ല. അത് എന്തിനു കൂടി ഉപകരിക്കണം, ഫ്യൂച്ചർ റിക്വയർമെന്റ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം. അതാണ് അതിൽ അങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ പ്രോസസ് ഓഫ് that type of development is known as sustainable development. നമ്മൾ ഇപ്പോഴത്തെ റിസോഴ്സ് മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മാത്രമാക്കാനല്ല, വരുന്ന ജനറേഷന് കൂടി അത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ. അങ്ങനത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നാഷണൽ എൻവയോൺമെന്റ് പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിട്ട് മെയിൻ ആയിട്ട് നാഷണൽ എൻവയോൺമെന്റൽ പോളിസി 2006, അതായത് NEP, നാഷണൽ എൻവയോൺമെന്റൽ പോളിസി. കൂടുതലായിട്ടും വൺ ഓഫ് ദി മേജർ ഫീച്ചേഴ്സ് ഓഫ് ദിസ് പോളിസി ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഇത്രയാണ് അത് ആ ഒരു ഭാഗത്തിൽ പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇതും അതേപോലെ തന്നെ എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. അതേപോലെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, നീഡ്സ് ഓഫ് ദി സർവീസസ് ടു മീറ്റ് ബേസിക് നീഡ്സ് ഓഫ് ദി സൊസൈറ്റി അല്ലെ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ബേസിക് നീഡ്സ് ഓഫ് ദി സൊസൈറ്റി ആണ് വരുന്നത്. ഹെൽത്ത് സർവീസസ്, ഡ്രിങ്കിങ് വാട്ടർ, ദെൻ സേവേജസ്, സാനിറ്റേഷൻ, ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, അതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന്. അത് ഓർമ്മയിൽ വെക്കുക. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് it is directly concerned with the needs of such services that meet basic needs of the സൊസൈറ്റീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡ്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് മെയിൻലി ഹെൽത്ത് സർവീസസ്, ഡ്രിങ്കിങ് വാട്ടർ, ദെൻ സാനിറ്റേഷൻ, അങ്ങനെയല്ല ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, അതൊക്കെയാണ് നമ്മൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ബട്ട് അത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് കൺസേൺഡ് വിത്ത് നീഡ്സ് ഓഫ് സച്ച് പ്രൊഡക്ഷൻ സെക്ടേഴ്സ് ആണ്, മെയിൻലി അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ്. ഇൻ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വി നീഡ് സച്ച് സർവീസസ് ആസ് പവർ, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ട്, ടെലികമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി
നീഡ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ സെക്ടേഴ്സ് നമുക്കറിയാലോ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. അതിന്റെ നീഡ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മൾ പറയുന്നത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ദറ്റ് ഈസ് മെയിൻലി റിലേറ്റഡ് ടു ദിസ് പവർ, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലൈക്ക് ദാറ്റ്. ഓക്കെ, അതാണ് സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ടേമുകൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്നതിലും ബാക്കി നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ നാച്ചർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ നാച്ചർ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ സോഷ്യലും പഠിച്ചു, ഫിസിക്കലും പഠിച്ചു അല്ലെ. ദെൻ വാട്ട് ഇസ് ദി എന്താണ് ഓരോ സെക്ടറിന്റെ തരത്തിലുള്ള എന്തൊക്കെയാണ് നാച്ചർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് പബ്ലിക് ഗുഡ്സ് അറിയാം അല്ലെ. പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസസ് അവൈലബിൾ ടു ദി പബ്ലിക് അല്ലെ. അത് കൺസ്യൂമേഴ്സ് മേ ബി ചാർജ്ഡ് ഫോർ ദി സർവീസസ് ഓർ ദി സെയിം മേ ബി സപ്ലൈഡ് ഫ്രീ അല്ലെ. അതാണ് നമ്മൾ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത് അല്ലെ. പബ്ലിക് ഗുഡ്സ് ഫ്രീ ആയിട്ടായിരിക്കും, അതായത് പബ്ലിക്കിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. അതായത് അതിനങ്ങനെ പൈസ പറയില്ല അല്ലെ, നമ്മളത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ അതാണ്. പിന്നെ നെക്സ്റ്റ് എക്സ്ക്ലൂഡ് ദോസ് കൺസ്യൂമർ. നമുക്ക് അത് പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതായത് ആരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പബ്ലിക് ഗുഡ്സിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റിംഗ് ആകുമ്പോൾ ആ ഏരിയയിൽ എല്ലാവർക്കും കിട്ടും അല്ലെ. ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇല്ലാതാക്കാൻ പറ്റില്ല. ആ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് പബ്ലിക് ഗുഡ്സ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ദെൻ എക്സ്റ്റേർണാലിറ്റി നിങ്ങൾക്ക് അറിയാം. സോഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് ദി ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് ഫാർ എക്സീഡ്സ് ദി കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദർ ജനറേഷൻ. അതായത് ഇവിടെ നമ്മൾ പറയുമ്പം എക്സ്റ്റേർണാലിറ്റി എന്ന് പറയുമ്പം എന്താ പറയാ, തേർഡ് പേഴ്സൺ ഉണ്ടാവുന്ന ഡിഫക്റ്റ്. അതായത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇപ്പം നെഗറ്റീവ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ സ്മോക്കിംഗ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും ഒരാള്. അപ്പൊ ആ വ്യക്തിയിലപ്പുറം അത് ഉപയോഗിക്കാതെ അതിന്റെ ആ സൈഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ദാറ്റ് ഇസ് ദി നെഗറ്റീവ് എക്സ്റ്റേർണാലിറ്റി. പോസിറ്റീവ് എക്സ്റ്റേർണാലിറ്റി ഇപ്പം നമ്മുടെ വീടിന്റെ അടുത്തൊരു പാർക്ക് അങ്ങനെ എന്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു മാനസികമായിട്ടുള്ള സന്തോഷം വരില്ല. അപ്പൊ അത് നമുക്ക് പോസിറ്റീവ് എക്സ്റ്റേർണാലിറ്റി തേർഡ് പേഴ്സണിന് സംഭവിക്കുന്നു, അതാണ് പറയുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് മൊണോപ്പൊളീസ്. അതായത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ നാച്ചറാണ് ഞാൻ പറയുന്നത്. ദെൻ മൊണോപ്പൊളീസ്, അത് എന്താ പറയാ, നാച്ചർ ഓഫ് ഡ്യൂ ടു ദി ഇൻഹറന്റ് നാച്ചർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മോർ ദാൻ വൺ സപ്ലയർ ടു എക്സിസ്റ്റ് ഇൻ വൺ ലൊക്കേഷൻ. ഇറ്റ് ദസ് ക്രിയേറ്റ് എ പോസിബിലിറ്റി ഫോർ മോണോപ്പൊളീസ് ആൻഡ് ദർ റെഗുലേഷൻസ്. അതായത് ഒരാൾ മാത്രമാണ് കുത്തക എന്ന് പറയുന്നില്ല, ആ ഒരു ദിവസം ഒരാൾ മാത്രമാണ് സപ്ലൈസ് എങ്കിൽ അവിടെ നിലനിൽക്കുന്ന തരത്തിലുള്ള പ്രശ്നം അതൊക്കെ. Then public sector domination. The existence of externalities, particularly in the field of social welfare, has resulted in dominant position by public sector in production and supply of infrastructure. പബ്ലിക് സെക്ടർ ആണ് പൊതുവെ ഈ ഇൻഫ്രാസ്ട്രക്ചറിന് നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ ഹെൽത്ത്, എഡ്യൂക്കേഷൻ അങ്ങനത്തെ ഒക്കെ വരുന്നില്ല, അതിന് കൂടുതലും പബ്ലിക് സെക്ടർ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നതാണ്. ലംബി ഇൻവെസ്റ്റ്മെന്റ്, അതിനെന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, അതായത് എനി എക്സ്പെൻഡിച്ചർ ഓൺ ദി പാർട്ട് ഓഫ് ദി പ്രോജക്ട് ഈസ് നോട്ട് യൂസ്ഫുൾ until the whole project is ready for operation. അതായത് ഹാഫ് വേ റോഡ് ഓർ ദി റെയിൽ ലൈൻ, ആ തരത്തില് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എനർജി യൂസ്ഫുൾ ഓൺലി വെൻ ദി ഹോൾ സിസ്റ്റം ഓഫ് ജനറേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ആ തരത്തിലുള്ള ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം എന്നുള്ള രീതിയിൽ. പിന്നെ ഇൻഡിവിസിബിലിറ്റീസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഇൻഡിവിസിബിലിറ്റീസ് മീൻസ് എന്താണ്, നമുക്ക് ഡിവിസിബിൾ ആക്കാൻ പറ്റാത്ത തരത്തിൽ, അതായത് വൺ കനോട്ട് ഡിവൈഡ് ആൻഡ് സബ് ഡിവൈഡ് സച്ച് പ്രോജക്റ്റ് ഇൻ സ്മോൾ പാർട്സ് ആൻഡ് ആക്ടിവേറ്റ് ദം. അതാണ് നമ്മൾ ഇൻഡിവിസിബിലിറ്റീസ് എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള അതൊക്കെയാണ് നമ്മുടെ നാച്ചർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറച്ച് പോയിന്റ്സ്. നിങ്ങൾക്ക് ടെസ്റ്റിൽ കാണാൻ പറ്റും. ജസ്റ്റ് എന്താണെന്ന് മാത്രം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ പബ്ലിക് ഗുഡ്സിൻ്റെതും അതേപോലെ തന്നെ മൊണോപ്പൊളി നാച്ചറും അതൊക്കെ ഇൻഡിവിസിബിലിറ്റീസ് ഒക്കെ ജസ്റ്റ് പറഞ്ഞത് മാത്രമല്ല എന്താണെന്നുള്ളത്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് മീൻസ് ഇവിടെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുണ്ടാവുന്ന ഇക്കോണമിയുടെ ഗ്രോത്ത് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒരു ടേബിളൊക്കെ ആയിട്ട് ഇതിൽ കാണാൻ പറ്റും. ഇൻക്രീസസ്, അതായത് ഓരോ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് അങ്ങനെയുള്ള, ഇപ്പൊ നമ്മുടെ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഇക്കോണമിയിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റും, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് two-way relationship with economic growth. One, infrastructure promotes economic growth. The other, economic growth brings about changes in infrastructure. നേരെ തിരിച്ചിട്ട് two-way relationship. അതായത് ഇൻഫ്രാസ്ട്രക്ചർ എപ്പോഴും എന്ത് ചെയ്യും, ഇക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിലെ ചേഞ്ചസ് ഉണ്ടാവണം. ഓക്കെ, ആ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്.
Then privatization and commercialization of infrastructure. Need for privatization and commercialization. അതായത് കുറെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. സോ അതിന് പ്രൈവറ്റിനെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ. അതായത് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ദാറ്റ് കോൾ ഫോർ ഇമ്മീഡിയറ്റ് പ്രൈവറ്റൈസേഷൻ ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ഗവൺമെന്റിന് ഒറ്റയ്ക്ക് പറ്റാത്ത തരത്തിലുള്ള കേസുകൾ വരികയാണെങ്കിൽ എന്താണ് നീഡ് ഫോർ പ്രൈവറ്റൈസേഷൻ ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ. നമ്മൾ പറഞ്ഞിട്ട് എന്താണ് അതിനങ്ങനെ ഫ്രീ ആയിട്ടായിരിക്കും അധികവും പബ്ലിക് ഗുഡുകൾ കൊടുക്കുക എന്നുള്ള കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അത് കുറച്ച് ബേർഡൻ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ദേ ഹാവ് ടു കൊമേഴ്ഷ്യലൈസേഷൻ ആ തരത്തിൽ വരും. മാസീവ് ഇൻവെസ്റ്റ്മെന്റ് നീഡ്സ്, ദെൻ മാനേജീരിയൽ കൺസ്ട്രെയിൻസ് ഇൻ ദി പബ്ലിക് സെക്ടർ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗ്ലോബലൈസേഷൻ, ചേഞ്ചസ് ഇൻ ടെക്നോളജി അങ്ങനെയൊക്കെ വരുമ്പോൾ നീഡ് ഫോർ കൊമേഴ്ഷ്യലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ അതിന്റെ റീസൺസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എനർജി, റെയിൽവേയിലുള്ളത്, ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, ഗ്രോത്ത് ഓഫ് റെയിൽവേസ് ഇൻ ഇന്ത്യ, ദെൻ അങ്ങനെ ഓരോ തരത്തിലുള്ള ഡെവലപ്മെന്റ്, പിന്നെ ഗ്രോത്ത് ഓഫ് റോഡ്സ് ഇൻ ഇന്ത്യ, അതിൽ അതേപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ഷിപ്പിംഗ്, ഗ്രോത്ത് ഓഫ് ട്രാൻസ്പോർട്ട്, ടെലികമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ളതാണ് ഈ ഒരു. പിന്നെ എനർജി റിസോഴ്സസിലുള്ള ഡെവലപ്മെന്റ്, ആ തരത്തിലുള്ള ഒരു ഇതാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ സജഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ, സജഷൻസ് ഓഫ് അതൊന്ന് നിങ്ങൾ പഠിച്ചു നോക്കണേ. അതായത് സജഷൻസ് ടു ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ചിലപ്പം എന്താ പറയുക വൈഡായിട്ട് ഇങ്ങനെ ചോദിക്കില്ല നമ്മുടെ സജഷൻസ് എന്തൊക്കെയാ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ അറിയണമെങ്കിൽ ഒന്ന് ടിക്ക് മാർക്ക് ഇടുകയോ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യുന്നത് ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സജഷൻസ് ടു ഡെവലപ്പ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ചൊന്ന് എഴുതാൻ പറ്റും. ഇത് സജഷൻസ് നമ്മുടേതായ സജഷൻസ് ചോദിക്കുകയാണ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ അതായത് ഇതിൽ പറയുന്നത് these suggestions can be made to accelerate the growth of ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ ചിലപ്പോൾ ഇതിലധികവും ഇഗ്നോന്റെ ക്വസ്റ്റ്യൻസിൽ അധികവും നമ്മുടേതായ ഒപ്പീനിയൻ വെച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കാം, വാട്ട് ആർ യുവർ ഒപ്പീനിയൻ, വാട്ട് ആർ യുവർ സജഷൻ ടു ഡെവലപ്പ് ഇൻഫ്രാസ്ട്രക്ചർ എന്നോ, വാട്ട് ആർ യുവർ സജഷൻ ടു ആക്സിലറേറ്റ് ദി ഗ്രോത്ത് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. അപ്പൊ ഇതിൽ പോയിന്റ്സ് ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. ആനുവൽ ഇൻഫ്രാസ്ട്രക്ചർ ബഡ്ജറ്റ് കൊണ്ടുവരിക, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് കൊണ്ടുവരിക, സെറ്റിംഗ് അപ്പ് ഓഫ് ഡൊമസ്റ്റിക് ഇക്കണോമിക് സോൺസുകൾ, ദെൻ ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റീസ് അങ്ങനെ കുറെ പോയിന്റ്സുകൾ തണ്ട്. അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അപ്പൊ അത്രയൊക്കെയാണ് ഒന്നാമത്തെ ആ ഒരു ബുക്കിൽ വരുന്ന കേസുകൾ. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ചെറിയ ചെറിയ നോട്ട്സ് അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ എഴുതിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ബുക്കിൽ നമ്മൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് ഇൻ ഇന്ത്യ ആണ്. അതിൽ നമ്മൾ പ്ലാനിങ് ആണ് പറയുന്നത്. ഓക്കെ, പ്ലാനിങ് ഞാൻ ബുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അതായത് റോൾ ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഇക്കണോമിക് പ്ലാനിങ്. നമ്മൾ ഇക്കണോമിക് പ്ലാനിങ് ഇല്ലേ, അതിന്റെ ആവശ്യകത അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇക്കണോമിക് പ്ലാനിങ്, വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ് അങ്ങനത്തെ ഒക്കെ. അതായത് ഇതിൽ നമ്മൾ എന്താ പറയാ, ഒരു ഇക്കണോമിസ്റ്റിനെ സംബന്ധിച്ച്, അതായത് ദി ഐഡിയ ഇൻഫ്ലുവൻസ് ദി ഇക്കണോമിക് തോട്ട് ത്രൂ ജനറേഷൻ ഓഫ് ഇക്കണോമിസ്റ്റ് ആൻഡ് പോളിസി മേക്കേഴ്സ്. അതായത് ഒരു ഇക്കോണമി വളർത്തണം, അങ്ങനത്തെ ഒരു ആവശ്യം വരണമെങ്കിൽ നമുക്കൊരു പ്ലാനിങ് വേണം. അതിൽ നമുക്ക് പറയാന്ന് വെച്ചാൽ ഒരു പ്ലാനിങ്ങിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആ പ്ലാനിങ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ പഠിക്കുന്നത്. ഓക്കെ, അതായത് കറണ്ട് ഇക്കണോമിക് തിങ്കിങ് അബൌട്ട് ദി പ്രോസസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ 50s മുതൽ നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പം ഡിഫറെന്റ് പ്ലാനിങ്ങിലൂടെ നമ്മൾ എങ്ങനെയാണ് ഇക്കോണമിയെ വളർത്തിയത്, റോൾ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ദി ഇക്കണോമിക് പ്ലാനിങ് എന്നുള്ള കേസാണ് വരുന്നത്. അപ്പം ആർഗ്യുമെന്റ്സ് ഇൻ സപ്പോർട്ട് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ആണ് പറയുന്നത്. സ്റ്റേറ്റിന്റെ നമുക്കറിയാം, ആദ്യം ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആയ സമയത്തൊക്കെ എന്താണ് സ്റ്റേറ്റിന് വലിയ റോളില്ല, ഡിഫൻസിലും അതിലും മാത്രമാണ് പറഞ്ഞത്. ദെൻ ആഫ്റ്റർ ദാറ്റ് socialist economy, role of state has increased. Then mixed economy, India follows mixed economy, both the characteristics of ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് നാച്ചുറൽ. അതാണ് നമ്മൾ വരുന്നത്. ഗവൺമെന്റ് റോൾ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അതേസമയം പ്രൈവറ്റിന്റെ ഇതാണ്. നമ്മൾ ക്യാപിറ്റലിസ്റ്റിൽ പറയുമ്പോൾ ദർ ഇസ് നോ റോൾ ഓഫ് നോ ഇന്റർവെൻഷൻ ഓഫ് ഗവൺമെന്റ്. എന്താണ് എല്ലാം നമ്മൾ കണ്ട ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് ആഡം സ്മിത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ എന്താണ് അത് കൈകാര്യം ചെയ്തോളുന്നത്, സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് അല്ലെ. ആ തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. സോഷ്യലിസ്റ്റ് റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്ത് എല്ലാ പ്ലാനിങ്ങും ആരെടുക്കാൻ തുടങ്ങി,
സ്റ്റേറ്റ് എടുക്കാൻ തുടങ്ങി. ഓക്കെ, ദെൻ നമ്മുടെ മിക്സഡ് ഇക്കോണമി വരുമ്പം ബോത്ത് ഓഫ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ്, അതായത് കൈകാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതൊക്കെ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ദെൻ ആർഗ്യുമെന്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ: ഇഗ്നറൻസ് ആൻഡ് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ, obstacles and bottlenecks, inadequacy of social overhead capital, divergence between social costs and benefits, environment. ദെൻ അങ്ങനെയൊക്കെ ഒരുപാട് പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് സ്റ്റേറ്റിന്റെ ഫേവർ ആയിട്ട് പറയുന്നത്, സ്റ്റേറ്റിന്റെ ആർഗ്യുമെന്റ്സ് പറയുന്നത്, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്, റോൾ പ്ലാനിങ്ങിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് ഫെയിലിയേഴ്സ് ഒക്കെ കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് ഫെയിലിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇക്കണോമിക് പ്ലാനിങ്ങിന്റെ കേസ് പറയുമ്പം എന്തൊക്കെയാണ് അതിന്റെ ഫെയിലിയേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാതെ, അതായത് ഇപ്പം റിസഷൻ അങ്ങനത്തെ ഒക്കെ വന്നു, അല്ലെങ്കിൽ വേൾഡ് അങ്ങനത്തെ എന്തെങ്കിലും എന്താ പറയാ, അവർക്ക് ശരിയായ രീതിയിൽ അവരുടെ പ്ലാനോട് കൂടി വരാത്തതുണ്ടായിരിക്കും, കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഓൾ ദീസ് ഡെവലപ്മെന്റ് വെർ ട്രീറ്റഡ് ആസ് ഫെയിലിയേഴ്സ് ഓഫ് പ്ലാനിങ് ഓർ ഇന്റർവെൻഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ ഗവൺമെന്റ് ഫെയിലിയർ എന്നുള്ള രീതിയിൽ പറയാം, പ്ലാനേഴ്സിന് ആ കറക്റ്റ് വേയിൽ കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിലുള്ളത്. ഓക്കെ, അതിന്റെ റീസൺസ്, മേജർ കോസസ് ഓഫ് ഗവൺമെന്റ് ഫെയിലിയർ ആൻഡ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഇൻഡിവിജ്വൽ മെനോ മോർ അബൌട്ട് ദർ ഓൺ പ്രിഫറൻസ്, അങ്ങനത്തെ കുറെ കേസുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്. അപ്പം ഗവൺമെന്റ് ഫെയിലിയർ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഗവൺമെന്റിന് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും, അത് ഭയങ്കര റിസ്ക് ആയിരിക്കും. സാധാരണ സെയിം ഡയറക്ഷനിൽ ജനങ്ങളെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ട്. എവരി വൺ ഇൻ ദി സെയിം ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല പോയിന്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പം കുറെ പ്ലാനുകളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടും എല്ലാവരും ഒരേ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വരില്ല. ഗവൺമെന്റ് പ്ലാനിങ് മേ ഇൻക്രീസ് റിസ്കി ബൈ പോയിന്റിങ് എവരി വൺ ഇൻ ദി സെയിം ഡയറക്ഷൻ, അതൊരു ഫെയിലിയർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഗവൺമെന്റ് പ്ലാനിങ് മേ ബി മോർ റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ, ഫ്ലെക്സിബിൾ ടൈറ്റ് ആയിരിക്കില്ല, റിജിഡ് ആയിരിക്കും പ്രൈവറ്റിന്റെ ഡിസിഷനേക്കാളും. അപ്പൊ അങ്ങനത്തെ വരുമ്പം അത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ഫെയിലിയേഴ്സ്. ദെൻ അഡ്മിനിസ്ട്രേറ്റിംഗ് ഡീറ്റെയിൽഡ് പ്ലാൻസ് ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ. ദെൻ പ്രൈവറ്റ് സെക്ടറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു തവണ വായിച്ചാൽ മതിയാവും, അത് ക്ലിയർ ആവും. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പറയുന്ന നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ് ആണ്. ഇക്കണോമിക് പ്ലാനിന്റെ നാച്ചറും സ്കോപ്പും എത്രമാത്രമാണ്. അതായത് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള പ്ലാനിങ് ഇനി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ വലിയൊരു റോളിംഗ് പ്ലാനിങ്ങിനില്ല അല്ലെ, നമുക്കറിയാം. അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പ്ലാനിങ് ഇൻ സോഷ്യലിസ്റ്റ് ഇക്കോണമിയിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്ലാനിങ് ഇൻ മിക്സഡ് ഡെമോക്രാറ്റിക് ഇക്കോണമിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളത്. പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ്, പ്ലാനിങ്ങിന്റെ ഇതിൽ നമ്മൾ പഠിക്കുന്നത് പ്ലാനിങ് എന്താണ്, മീനിങ്, അതായത് വാട്ട് ഈസ് ഇക്കണോമിക് പ്ലാൻ, അത് നിങ്ങൾക്ക് അറിയില്ലേ. എന്താ പറയുക, ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ഡിസിഷൻസ് ഓർ ചോയ്സസ് about alternative ways of using available resources with the aim of achieving particular goals at some time in at some time. അതായത് നമ്മൾ ഇവിടെ പറയുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിൽ പലതരത്തിലുള്ള ഡിസിഷൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ചോയ്സസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവൈലബിൾ റിസോഴ്സസ് പല വേസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒക്കെ എയിം എന്താണ്, പർട്ടിക്കുലർ ഗോൾസ് ഓഫ് അതായത് ഫ്യൂച്ചറിൽ ചില ഗോൾസുകൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി, ആ ഗോൾസുകളൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും, ആ ഗോൾസുകൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂട്ടിയുള്ള പ്ലാനിങ് പ്രോസസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ്സിനാണ് നമ്മൾ ഇക്കണോമിക് പ്ലാനിങ് എന്നുള്ള രീതിയിൽ പറയുന്നത്. വേണമെങ്കിൽ എഴുതി വെക്കുക. ഇക്കണോമിക് പ്ലാനിങ് ഈസ് ഡിഫൈൻഡ് ആസ് എ കണ്ടിന്യൂസ് പ്രോസസ്. Economic planning is a continuous process which involves decisions, choices about alternative ways of using available resources with the aim of achieving particular goals
with the aim of achieving particular goals at some time in the future. At some time in the future. At some time in the future. ക്ലിയർ ആയില്ലേ? അതായത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പല ഡിസിഷൻസും പല ചോയ്സസും ഉള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അബൌട്ട് ഓൾട്ടർനേറ്റീവ്, അതായത് നമ്മൾ പല റിസോഴ്സ് പല തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതാണ്. അതിൻ്റെയൊക്കെ മെയിൻ എന്താണ്, ഫ്യൂച്ചറിൽ പല ഗോൾസുകൾ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ 5 year പ്ലാൻസ് ഒക്കെ കാണും. ഗവൺമെന്റ് മുൻകൂട്ടിയുള്ള പ്ലാൻസുകൾ, ഈ ബജറ്റിന്റെ സമയത്തൊക്കെ കുറെ പ്ലാൻസുകൾ വരുന്നത്, അതൊക്കെയാണ് ഇക്കണോമിക് പ്ലാൻസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ അതിന്റെ നാച്ചർ ആൻഡ് സ്കോപ്പ്, അത് ഞാനിപ്പോൾ പറഞ്ഞിട്ട്, നാച്ചർ ആൻഡ് സ്കോപ്സ് ക്യാപിറ്റൽ ഇക്കോണമിയിലും സോഷ്യലിസ്റ്റ് ഇക്കോണമി ആൻഡ് മിക്സഡ് ഇക്കോണമീസ്, വാട്ട് ആർ ദി സ്കോപ്സ് എന്നുള്ള രീതിയിലാണ്. ദെൻ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്കറിയാം. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അണ്ടർ ഡെവലപ്ഡ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സിഗ്നിഫിക്കൻസ് ആണ് ഇതുള്ളത്. ഇപ്പൊ നമുക്കറിയാം 1950 മുതൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഇക്കണോമിക് പ്ലാനിങ് തന്നെയാണ് നമ്മുടെ ഇക്കോണമി ഈ ലെവലിലേക്ക് എത്തിച്ചത്. ഓക്കെ, സോ പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമുക്കറിയാം ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള റിസോഴ്സസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് ആ തരത്തിൽ കോണ്ടെയിൻ ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ളതാണ്. ദെൻ ഇക്കോണമിയിൽ എന്തെങ്കിലും, അതായത് പ്ലാനിങ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദോസ് ഡെഫിഷ്യൻസീസ് ഇൻ ദി ഇക്കോണമി ആൻഡ് ദി സോഷ്യൽ സ്ട്രക്ചർ വിച്ച് ഡിമാൻഡ് ദി ലാർജസ്റ്റ് അറ്റൻഷൻ ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദി ഇക്കണോമിക് ഗ്രോത്ത്. പ്ലാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഡെഫിഷ്യൻസീസ് മനസ്സിലാവുക, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ നെക്സ്റ്റ്, mobilizing resources and saving for necessary activities or necessary investment. Then attention to the social prerequisites good planning also pave way for the acceptance of large institutional changes. Okay, കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, കോപ്പറേഷൻ, അതിനൊക്കെ നല്ലൊരു സ്കോപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ദെൻ ഓരോന്നിനും ഓരോ വെയിറ്റ് കൊടുക്കാൻ പറ്റുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അങ്ങനെ ഒരു വെയിറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നമ്മൾ പലതൊക്കെ സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ കേസുകൾ. ഓക്കെ, ക്ലിയർ അല്ലേ? അത്രയും. പിന്നെ ഇക്കണോമിക് പ്ലാനിങ് ഇന്ത്യയിൽ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് പ്ലാനിങ് എന്നുള്ള രീതിയിൽ അല്ലെ. നമ്മളിപ്പോ പറഞ്ഞ തന്നെ അതിന്റെ സ്കോപ്പ് പറയുമ്പോൾ ഒക്കെ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ ഡെവലപ്മെന്റ് ഇക്കണോമിക്സ്, അതായത് സൈമൺ ക്രൂസ്നെറ്റ്, റോഡൻ, അതേപോലത്തെ റാഗ്നർ നെൽസ്, ഇവരൊക്കെ എന്താണ് പലതരത്തിലുള്ള റോള് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തിയറീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ കേസുകളാണ്. എന്തിനാണ് പ്ലാനിങ്, വൈ പ്ലാനിങ് എന്നുള്ളത്, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ് ബണ്ട്, വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താണ് ബ്രോഡ് ഒബ്ജക്റ്റീവ്സ്? ദി ഏർലി പ്ലാൻസ് ലേഡ് എംഫസിസ് ഓൺ ദി ഫോളോയിങ്. ഫസ്റ്റ് വൺ ഇസ് ദി സെക്യൂറിംഗ് increases in national income. അതായത് what are the objectives of economic planning? First one is the securing increases in national income, then pushing up the rate of investment. Third one, ensuring social justice and equity. Fourth one, providing additional employment. Fifth one, adopting measures to alleviate bottlenecks in the three high priority areas, mainly agriculture production, manufacturing capacity and balance of payment. Okay, അപ്പം what are the major objectives of planning? First one is the secure increases in the national income. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉയർത്താൻ വേണ്ടിയിട്ട്, ദെൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട്, ദെൻ പ്രൊവൈഡിങ് അഡീഷണൽ എംപ്ലോയ്മെന്റ് ഓർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ അഡോപ്റ്റിംഗ് മെഷേഴ്സ് ഓഫ് അലിവിയേറ്റ് ബോട്ടിൽ നെക്സ്, അതായത് പ്രശ്നങ്ങളുള്ള ഏരിയ സെക്ടേഴ്സ്, അതായത് അഗ്രികൾച്ചർ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്, ദെൻ മാനുഫാക്ചറിങ് കപ്പാസിറ്റിയായിട്ട് ബന്ധപ്പെട്ടത്, ഇന്ത്യയുടെ ബാലൻസ് ഓഫ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ, ഇതിനൊക്കെയാണ് മേജർ ഒബ്ജക്റ്റീവ്സ്. ദീസ് ആർ ദി മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിങ്. ഓക്കെ, ദെൻ അതുകൂടാതെ റിമൂവൽ ഓഫ് പോവേർട്ടി, ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ആക്ട്, അങ്ങനെ പലതരത്തിൽ ടെക്നോളജിയിലുള്ള ഇംപ്രൂവ്മെന്റ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് പിന്നെ എഴുതാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. സ്ട്രാറ്റജീസ് ഓഫ് പ്ലാൻസ് എന്നിട്ട് ഇപ്പം ഫസ്റ്റ് 5 year പ്ലാൻ നമ്മൾ മഹലാൻ ഓബിയസ് പ്ലാനിംഗ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. പിന്നെ അതിന് സ്ട്രാറ്റജി ഷിഫ്റ്റിങ്, പിന്നെ നമ്മുടെ ന്യൂ ഇക്കണോമിക് പോളിസി NEP ആൻഡ് ഇക്കണോമിക് പ്ലാനിങ് അല്ലെ. ന്യൂ ഇക്കണോമിക് പോളിസി ഓർമ്മയുണ്ടല്ലോ, ന്യൂ ഇക്കണോമിക് പോളിസി ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. ന്യൂ ഇക്കണോമിക് പോളിസിയിൽ നമ്മൾ എന്താ പറയാ, റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ കാര്യം. ന്യൂ ഇക്കണോമിക് പോളിസി എൻവിസേജസ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അറ്റൈനിങ് ഫോസ്റ്റർ ഗ്രോത്ത് ഓഫ് GDP ആണ്.
നല്ല രീതിയിലുള്ള ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ തന്നെ മോഡേണൈസേഷനും കൊണ്ടുവരിക എന്നുള്ളതാണ്. ദെൻ അതിൽ നമ്മൾ പറയുമ്പം എക്സ്പോർട്ട് പ്രൊഡക്ഷൻ ഓറിയന്റഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. എക്സ്പോർട്ട് പ്രൊഡക്ഷൻ എക്സ്പോർട്ട്, അതായത് എക്സ്പോർട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം എന്താ പറയാ, നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതൽ എക്സ്പോർട്ടുള്ള സാധ്യത ഉണ്ടാക്കുകയും ദെൻ എന്താ പറയാ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ പകരം പ്രോഡക്റ്റുകൾ ഇവിടെ ഉത്പാദിപ്പിക്കുക, അങ്ങനത്തെ കേസുകളൊക്കെ പറയുന്നതാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ആ ഒരു ചാപ്റ്ററിൽ അങ്ങനത്തെ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ന്യൂ ഇക്കണോമിക് റിഫോംസ് ആണ് പഠിക്കുന്നത്. ന്യൂ ഇക്കണോമിക് റിഫോംസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, എന്താ കീ ഫീച്ചേഴ്സ് ഓഫ് ഇക്കണോമിക് റിഫോംസിന്റെ എന്തൊക്കെയാണെന്നും, അതായത് ഇൻഡസ്ട്രിയൽ ഇക്കോണമി കൊണ്ടുവരിക എന്നുള്ളതും, ഇൻട്രൊഡ്യൂസ് ലിബറലൈസേഷൻ, ദെൻ റിമൂവ് റെസ്ട്രിക്ഷൻസ് ഇൻ ദി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FDI ഇല്ല, ഫോറിൻ ഡയറക്റ്റ്, അതായത് ഫോറിനേഴ്സ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് റിമൂവ് ഓൾ റെസ്ട്രിക്ഷൻസ് എന്നുള്ള മീനിങ്ങിൽ. പിന്നെ അങ്ങനത്തെ ആ തരം പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള, അതായത് പ്രൈവറ്റൈസേഷന് കൂടുതൽ വെൽക്കം ചെയ്തുകൊണ്ടുള്ളത് അങ്ങനെ. അതായത് മെയിൻ ആയിട്ട് ന്യൂ ഇക്കണോമിക് പോളിസി നിങ്ങൾ LPG എന്ന് പഠിച്ചിട്ടുണ്ടായി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അത് നിങ്ങൾ പേജ് നമ്പർ 31 മോഡൽ ഓഫ് ഇക്കണോമിക് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബൽ, അതൊന്ന് നോക്കി വെക്കണേ. അതായത് ലിബറലൈസേഷൻ, അതായത് ടിക്ക് മാർക്ക് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രീ റിഫോം സ്ട്രാറ്റജീസും ഇക്കണോമിക് റിഫോം സ്ട്രാറ്റജീസും ഉണ്ട്. പ്രീ റിഫോം എന്ന് പറയുന്നത് നമുക്കറിയാം ലൈസൻസ് ഡോമിനേറ്റഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതേസമയം റിഫോം ഏരിയയിൽ ഡീ ലൈസൻസിങ്, റെഗുലേഷൻ എടുത്തു മാറ്റിയ അവസ്ഥ, മനസ്സിലായില്ലേ? അതേ രീതിയിൽ. പിന്നെ പ്രൈവറ്റൈസേഷൻ ആണെങ്കിൽ പബ്ലിക് സെക്ടർ ആണ് എഞ്ചിൻ ഓഫ് ഗ്രോത്ത് എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്നത്. അതേസമയം എന്താണ് റിഫോം വന്നപ്പോൾ എന്താണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എഞ്ചിൻ ഓഫ് ഗ്രോത്ത് എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് ഇക്കോണമി എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ഓപ്പൺ ഇക്കോണമി എന്നുള്ള, അതായത് ക്ലോസ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത് നമുക്കറിയാം സെൽഫ് റിലയൻസ് ആണ് കൂടുതൽ, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. ദെൻ ഇന്റഗ്രേഷൻ വിത്ത് വേൾഡ് മാർക്കറ്റ് ആണ് നമ്മൾ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്റഗ്രേഷൻ വിത്ത് വേൾഡ് മാർക്കറ്റ് എന്നുള്ളത്. ദെൻ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ സ്ട്രാറ്റജിക്ക് പകരം എന്താണ് എക്സ്പോർട്ട് ഓറിയന്റഡ് സ്ട്രാറ്റജി, കൂടുതൽ എക്സ്പോർട്ടിന് പ്രാധാന്യം കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ FDIക്കൊക്കെ നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇല്ലേ, അതൊന്നും നമ്മൾ അനുവദിച്ചിരുന്നില്ല, അതിലൊക്കെ പല റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ആഫ്റ്റർ റിഫോംസ്, ഇക്കണോമിക് റിഫോംസിന് ശേഷം നമ്മൾ FDI ഒക്കെ കൂടുതൽ വെൽക്കം ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ, റെസ്ട്രിക്ഷൻസ് ഒക്കെ നീക്കിയിട്ട്. ഓക്കെ, അതാണ് ഏറ്റവും ചുരുക്കിയ രീതിയിലുള്ള ഇക്കണോമിക് റിഫോംസിന്റെ മീനിങ്. ലിബറലൈസേഷൻ മീൻസ് ലിബറലൈസ് ഓൾ ലിബറലൈസ് ഓൾ റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ദാറ്റ് ലൈസൻസ്, ഡീ ലൈസൻസിങ്, ഡീ റെഗുലേഷൻസ്, അങ്ങനത്തെ ഒക്കെ വരുന്നത്. ഓക്കെ, ദെൻ പ്രൈവറ്റൈസേഷൻ മീൻസ് ഇൻസ്റ്റെഡ് ഓഫ് പബ്ലിക് സെക്ടർ ആസ് എൻജിൻ ഓഫ് ഗ്രോത്ത്, private investment as engine of growth in economic reforms. Okay, then globalization means എന്താണ് സെൽഫ് റിലയൻസിന് പകരം ഇന്റഗ്രേഷൻ വിത്ത് വേൾഡ് മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ ഇക്കണോമിക് റിഫോംസ്. ദെൻ അതിന്റെ ക്രിറ്റിസിസം ഉണ്ട്, ഗ്രോത്തിലുള്ളതും എംപ്ലോയ്മെന്റ് ഉള്ള പോവർട്ടിയിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ആഫ്റ്റർ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്, ആഫ്റ്റർ എക്കണോമിക് റിഫോംസ് ഉള്ളതെന്നുള്ള ഡാറ്റയാണ് പറയുന്നത്. അതായത് പ്രൊഡക്ടിവിറ്റിയിൽ, നമ്മുടെ വേജ് ഏർണിങ്സിൽ എത്രമാത്രം ചേഞ്ചസ് ആണുള്ളത്, നമ്മുടെ സെക്ടറൽ പെർഫോമൻസ് ഇൻ ദി റിഫോം ഏരിയ, അതൊക്കെയാണ് നമ്മൾ ആ ഒരു കേസിൽ നോക്കുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം നമ്മുടെ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണെന്നും അതിന്റെ ഫോറിൻ ട്രേഡിലെ ഇമ്പാക്ട് എന്താണ്, നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടായ, അങ്ങനത്തെ കാര്യങ്ങളാണ് ആ ഒരു കേസിൽ നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ എന്താണ് ഇക്കണോമിക് റിഫോംസും ഹ്യൂമൻ ഡെവലപ്മെന്റ്. നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഇക്കണോമിക് റിഫോംസും ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതായത് നമ്മൾ ഫോറിൻ കൺട്രീസ് പോയിട്ട് പഠിക്കാനും അവിടുത്തെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോൾ എന്തൊക്കെയാണ് റിഫോംസും ഹ്യൂമൻ ഡെവലപ്മെന്റും തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ആ ഒരു കേസുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അത്രയാണ് ആ ഭാഗം പറയുന്നത്. ഓക്കെ, ഇനിയും കുറെ പഠിക്കാനുണ്ട്. നമുക്ക് ഇന്നത്തെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം നിങ്ങള്. ആ ക്ലിയർ ആയി? ഓക്കെ. ഹലോ 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 മിസ്. ഓക്കെ പറഞ്ഞോ. ഇപ്പൊ ക്ലാസ് നടന്നത് MEC 105 എന്നല്ല ലിങ്കിലുണ്ടായേ, പക്ഷേ ടെക്സ്റ്റ് ബുക്ക് 205 ഞാൻ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 205ന്റെ അല്ലേ ശരിക്കും ഇത്?
അല്ല 105 ആണല്ലോ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ടെക്സ്റ്റ് കയ്യിലുള്ളത്